നമസ്കാരം, വെൽക്കം ടു മലയാളി അൺപ്ലഗ്ഡ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. യു എയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്ത് ഇപ്പോൾ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം സോണിയ ചേച്ചി. സോ ഷീസ് എ പ്രൊഡ്യൂസർ ആൻഡ് ഓൾസോ an RN who have heaps of experience in New Zealand. പല കൾച്ചറൽ ഡിഫറൻസസും നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടും ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് ചലഞ്ചസ് ഷീ ഫേസ്ഡ് ഡ്യൂറിങ് ദിസ് ജേർണി. സോ നമുക്കതിന്ന് ചോദിച്ചറിയാം. സോ ന്യൂസിലൻഡിൽ നഴ്സിംഗ് പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും ഓൾസോ ജോലി ചെയ്യാൻ വരുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഹിയർ ഹെർ ഇൻസ്പയറിംഗ് സ്റ്റോറി. സോ ലെറ്റ്സ് വെൽക്കം സോണിയ ചേച്ചി ടു അവർ പോഡ്കാസ്റ്റ്. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് ചേച്ചി. ഒരുപാട് സന്തോഷം. ആൻഡ് നമുക്കിന്ന് കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. നഴ്സിംഗ് ഇൻ ന്യൂസിലൻഡ്, കൾച്ചറൽ ഡിഫറൻസസ് ആൻഡ് ഓൾസോ പല പല കാര്യങ്ങൾ ഓരോരുത്തർക്കും വളരെയേറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കഥകളായിരിക്കാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഐ വാസ് ജസ്റ്റ് ക്യൂരിയസ്, ചേച്ചി നഴ്സിംഗ് ചൂസ് ചെയ്യാനുള്ള കാരണം പണ്ട് മുതലേ ഉള്ള ഒരു ഇഷ്ടമായിരുന്നോ, അതോ വാട്ട് വാസ് യുവർ റീസൺ ബിഹൈൻഡ് ദിസ്? നേഴ്സിംഗ് ചൂസ് ചെയ്യാനുണ്ടായ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് നേഴ്സിങ്ങിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ആക്ച്വലി എൻ്റെ അമ്മ ഒരു നേഴ്സാണ്. എനിക്ക് വീട്ടിൽ പപ്പ, മമ്മി, പിന്നെ ഞാനൊരു മോളാണ്. അപ്പം എൻ്റെ അമ്മ ഒരു നേഴ്സായതുകൊണ്ട് ഞാൻ നേഴ്സായി എന്ന് പറയുന്നതിൽ ഒരു തെറ്റാണ്. പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എൻ്റെ സ്റ്റഡീസ് ഞാൻ ചെയ്തതിൻ്റെ ബേസിക് റീസൺ എൻ്റെ അമ്മയുടെ ഒരു എന്താ പറയുക, ഒരു ഫോഴ്സ്. എടി നീ നേഴ്സിംഗ് പഠിച്ചാൽ നിനക്ക് നല്ലൊരു ജോലി, അതും അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വെൽ റെസ്പെക്റ്റഡ്, അതായത് ഒരു പ്രൊഫഷനായിരുന്നു. പിന്നെ എൻ്റെ മമ്മി അബ്രോഡിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പം ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ച് മോളെ നീ പഠിക്കുക, അല്ലെങ്കിൽ അന്നൊന്നും നമ്മളോടൊരു ഇൻട്രസ്റ്റ് ചോദിക്കാനോ അല്ലെങ്കിൽ നീ ഇന്നതിന് പോകണം അങ്ങനെയല്ല. ഞാനൊക്കെ പഠിച്ചു തുടങ്ങിയപ്പം മമ്മിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ആക്ച്വലി ഞാൻ നേഴ്സിങ്ങിന് പോകാനുണ്ടായ കാരണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. സോ ഇപ്പം കുറേ പേരുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി ഇപ്പോൾ യു എയിൽ വർക്ക് ചെയ്തു, ഇറ്റ്സ് ബീൻ ലോങ് ഇയേഴ്സ്, ആൻഡ് ചേച്ചിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയ കാര്യം എന്തായിരിക്കും? വാട്ട് വാസ് ദ ബിഗ് കൾച്ചറൽ ഡിഫറൻസ് ദാറ്റ് യു ഫേസ്ഡ് ഹിയർ? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം ഞാൻ നേഴ്സിംഗ് എനിക്ക് ഇഷ്ടമില്ല എന്നല്ല ആദ്യമേ ഞാൻ പറഞ്ഞത്. എൻ്റെ മമ്മിയുടെ ഫോഴ്സിൽ ഞാൻ നേഴ്സിംഗ് തുടങ്ങി, അല്ലെങ്കിൽ ഞാനൊരു വിദ്യാഭ്യാസം ആരംഭിച്ചു. പക്ഷേ ആ നേഴ്സിങ്ങിലോട്ട് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിലാണ്. ഞാൻ പഠിച്ചത് മാംഗ്ലൂരാണ്. ഞാൻ എൻ്റെ നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ആ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുമ്പം നമുക്കങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ നമ്മൾ ആ ഒരു പേഷ്യൻ്റ് ഫീൽഡിലോട്ട് നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒന്നും തരാൻ അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇതൊരു വെൽ പ്രൊഫഷനായിട്ടും ആൾക്കാർ ജോലിക്ക് വേണ്ടിയുള്ള ഒരു സാധ്യതയായിട്ടും ആൾക്കാർ ഇതിനെ കാണുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെ മുന്നിൽ ചെല്ലുമ്പോഴും അവരുടെ എന്താ പറയുക, ദേഷ്യപ്പെടലും അവരുടേതായ രീതിയിലുള്ള, കാരണം ഈ കൾച്ചറൽ ഡിഫറൻസ്, ആ ചോദ്യമാണ് എന്നോടിപ്പോൾ ചോദിച്ചത്. പക്ഷേ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്താണ്. കാരണം ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഞാൻ ന്യൂസിലൻഡിലെത്തി. അപ്പോൾ കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ കടന്നുപോയ ഓരോ ചലഞ്ചസും വളരെ നമുക്ക് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ, ആസ് ഷീ മെൻഷൻ ബിഫോർ, ഇറ്റ്സ് എ ലൈഫ് ജേർണിയാണ്. സോ നമ്മൾ ആ കൾച്ചറിലോട്ട് കയറുന്നതിന് മുമ്പേ ഞാൻ എങ്ങനെ നേഴ്സിങ്ങിനെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു നേഴ്സ് എന്നിലെ നേഴ്സിനെ ഞാൻ തിരിച്ചറിഞ്ഞത് നിന്ന് തുടങ്ങാനാണ് എനിക്ക് താല്പര്യം. മാംഗ്ലൂർ അപ്പം 4 ഇയർ നമ്മുടെ ബാച്ചിലർ കോഴ്സ് കഴിഞ്ഞു. ചേച്ചി അപ്പം അവിടെ വർക്കിന് കയറിയോ, അതോ യു ട്രൈഡ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ വർക്ക് ചെയ്തു എന്നിട്ടാണ് യു എയിലേക്ക് മാറിയത്? സോ അവിടെ എത്ര വർഷം വർക്ക് ചെയ്തു? അവിടുത്തെ ഒരു സ്റ്റിഗ്മ എന്ന് പറയാൻ പറ്റില്ല, പലർക്കും പല എക്സ്പീരിയൻസസ് ആണ്. ഇപ്പോൾ ചേച്ചിയുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സോ അതെങ്ങനെയായിരിക്കും? ആ ഒരു ലൈഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ പഠിച്ചിറങ്ങുന്നത് 2006-2010 ബാച്ചാണ്. അപ്പം ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് മിംസിലാണ്. സോ എൻ്റെ ഈ ജേർണിയിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒന്ന്, കാരണം എന്നെ ഞാനൊരു നേഴ്സാക്കി മാറ്റിയ, അല്ലെങ്കിൽ ആഗ്രഹമില്ലാതെ ഞാൻ പഠിച്ചു തുടങ്ങിയ എന്നെ ഒരു നേഴ്സിൻ്റെ ലൈഫിലേക്ക് എനിക്കൊരു വിളി തന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ മിംസിൽ നിന്ന് തുടങ്ങാനാണ് എനിക്ക് താല്പര്യം. സോ ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് സ്റ്റോറി, ഒരു ലോങ് ജേർണി തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ചേച്ചി അവിടെ മിംസിൽ സ്റ്റാർട്ട് ചെയ്തു,
ആൻഡ് അവിടെ എത്ര വർഷം വർക്ക് ചെയ്തിരുന്നു ചേച്ചി? മിംസിൽ ഞാൻ 3 ഇയേഴ്സാണ് ഉണ്ടായിരുന്നത്. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചേച്ചി പിന്നെ യു എയിലേക്ക് അങ്ങ് കുടുമാറി എന്ന് തന്നെ പറയാം. ഒരു കംപ്ലീറ്റ് ചേഞ്ച് വന്നതുപോലെ മുഴുവനായിട്ടും അങ്ങ് മാറി. ആൻഡ് വാസ് ദറ്റ് ലൈക്ക് ഫാമിലിയുടെ ഇതായിരുന്നു, അത് ചേച്ചിയുടെ തന്നെ ആഗ്രഹമായിരുന്നോ പുറത്ത് പോയി അങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ? ഞാൻ മിംസിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവിടുന്ന് ഞാൻ നാട്ടിൽ പല സ്ഥലത്തായിട്ട് ട്രൈ ചെയ്തിരുന്നു. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ വ്യത്യാസം, പിന്നെ എൻ്റെ പേരൻസിൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ. അപ്പം എനിക്കങ്ങനെ മാറി നിൽക്കുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലുകളിലും ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ മിംസിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ്, അതായത് അവരുടെ ആ ഒരു സപ്പോർട്ട്, ആ കംപ്ലീറ്റ് ടീമിൻ്റെ, ഇന്നും വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഞാനത് ഇത്രയും പവറോടെ ഞാൻ പറയണമെങ്കിൽ അവിടെ നിന്നാണ് ഞാനൊരു നേഴ്സായി, അല്ലെങ്കിൽ ആ ഒരു പഠനത്തിൻ്റെ തീവ്രത, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു രോഗികളെ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ഒരു സപ്പോർട്ടും ആ ഒരു ഗൈഡൻസും തന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ്. ഞാനൊരു തിയേറ്റർ നേഴ്സാണ്, അതും കൂടെ എനിക്ക് ആഡ് ചെയ്യണം. ഫ്രം ദ ഡേ 1 ടിൽ ടുഡേ ഞാൻ ആ ഒരു പാത്ത് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്തുകൊണ്ട് ഇഷ്ടമില്ലാതിരുന്ന ആ ഒരു പഠനം പക്ഷേ എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചത്, ഒരു നേഴ്സ്, പലതരത്തിൽ നമ്മൾ നേഴ്സുമാരുണ്ട് ഇല്ലേ? അതായത് ഇപ്പോൾ എന്താ പറയുക, ക്ലിനിക്കൽ നേഴ്സുമാരുണ്ടാവാം, അല്ലെങ്കിൽ റിസോഴ്സ് നേഴ്സുമാരുണ്ടാവാം. ഇതൊക്കെ ഞാൻ ന്യൂസിലൻഡ് ബേസ്ഡ് ആയിട്ട് തുടങ്ങി പോകുന്നുവെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് ഇങ്ങനെ വിപുലീകരിച്ച് പോകുന്ന നേഴ്സിങ്ങുകളൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ എന്താണ്, നേഴ്സ് അല്ലെങ്കിൽ CEO CNO അങ്ങനെ പോകുന്ന ബ്രാഞ്ചാണ്. പക്ഷെ നമ്മൾ വെളിനാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ അതിന് ഓരോ സ്പെഷ്യലൈസേഷൻ കൊടുത്ത് നമ്മളിങ്ങനെ കയറുകയാണ് നമ്മുടെ ഓരോ സ്റ്റെപ്പ്. പക്ഷേ ഇങ്ങനെ കയറുമ്പോഴും ഞാൻ ഒരു രോഗീനെ ഞാൻ എങ്ങനെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അവരുടെ മുന്നിലായിരിക്കണം എന്നുള്ള ആ ഒരു അറിവ് എനിക്ക് തന്നത് ആ മിംസിൻ്റെ ഫ്ലോറിൽ നിന്നാണ്. അങ്ങനെയാണ് ഞാൻ ആ തിയേറ്റർ നേഴ്സിങ്ങിനെ ഇഷ്ടപ്പെടാനും അതുവഴി ആ ഓരോ രോഗികളും നമ്മുടെ കൈ പിടിച്ച് തിയേറ്ററിൽ, അതായത് അവർ ഉറങ്ങാൻ വന്ന, അതായത് അവരെന്നിൽ തരുന്ന ഒരു വിശ്വാസമാണ് ഇന്നത്തെ എൻ്റെ ഈ നേഴ്സിങ്. ശരിക്കും, കാരണം അവരെ ഏൽപ്പിച്ചിട്ട് അവർ ഉറങ്ങി എണീക്കുമ്പോൾ അവരിന്ന് ഈ ലൈഫിൽ തിരിച്ചു വരുമോ, അവർ ചിലപ്പോൾ അവസാനം കാണുന്ന എൻ്റെ മുഖമായിരിക്കും. പക്ഷേ ഇത് എൻ്റെ മക്കൾ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ അപ്പൻ അമ്മ, അങ്ങനെ കൈ തന്ന് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റും എന്നൊരു വിശ്വാസം ഞാൻ കൊടുത്താൽ, അത് തന്നെയാണ് ഞാൻ ഈ രോഗികൾക്ക് ഈ ഒരു ആ ഒരു എന്താ പറയുക, ആ ഒരു ഇപ്പോഴും ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എന്നിലൂടെ കാണാം എൻ്റെ ആ ഒരു വാക്കുകൾ, നമുക്കത് വാക്കുകൾക്കും അപ്പുറമാണ്. അതായത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു വിശ്വാസം, അവരിലെ ആ ഒരു മനുഷ്യനെ നമ്മൾ ഉറക്കി എന്നേക്കുമായിട്ട് കിടത്തുമല്ലോ, ഒരു പ്രതീക്ഷയുടെ ഒരു ഉണർവാണ് അവർക്ക് നമ്മൾ ആ ഒരു കെയർ, അല്ലെ ആ ഒരു നേഴ്സിങ്ങിലൂടെ നമ്മൾ അവർക്ക് നൽകുന്നത്. അതാണ് എനിക്ക് നിങ്ങളോടും, അല്ലെങ്കിൽ എന്നെ കാണുന്ന നിങ്ങളോടും, നിങ്ങളുടെ നേഴ്സിനെ നിങ്ങൾ തിരിച്ചറിയണം. അതായത് യു ഷുഡ് ഹോണർ, അതായത് നമ്മളുടെ നേഴ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്ടം നമുക്ക് തനിയേ വരും. അങ്ങനെയാണ് ഞാൻ ആ ഇഷ്ടം കണ്ടെത്തുന്നതും, അങ്ങനെയാണ് ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ. അതായത് ഇന്ത്യയിൽ പോയി, ഇപ്പോൾ സൗദിയിൽ പോയി, ഞാൻ ജിദ്ദയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ എക്സ്പീരിയൻസ് അതിലും വ്യത്യാസമാണ്. അത് ആഷ്മിയിലൂടെ തന്നെ, ചോദ്യങ്ങളിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്താം. സോ നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിസിലല്ല പോകുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. സോ ഇതിൻ്റെ പുറകിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തിയേറ്റർ നഴ്സ് മീൻസ് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഫീൽഡാണത്. ആസ് ഓഫ് ഇൻ കേസ് നമുക്ക് പല ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുമ്പോഴാണെങ്കിലും പല സ്ഥലങ്ങൾ, റീഹാബ് ആയിരിക്കാം, ഏജ് കെയർ ഫെസിലിറ്റി ആയിരിക്കാം, അങ്ങനെ പല ഏരിയാസ് ഉണ്ട്. സോ എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലായിടത്തും പോളിസീസ് ആൻഡ് എവറിത്തിങ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അവിടെ ഓരോന്നിലും എല്ലാത്തിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മളിലെ നേഴ്സ്, അതാണ് അവർക്ക് വേണ്ടി കെയർ ചെയ്യുന്നത്, പരമാർത്ഥമായിട്ട് കെയർ ചെയ്യുക, അവരെ എന്തുമാത്രം ഹാപ്പി ആക്കുന്നുള്ളതിലുപരി അവരെന്തുമാത്രം കംഫർട്ടബിൾ ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ചേച്ചിയിലൂടെ തന്നെ ഒരുപാട് അറിഞ്ഞു, സന്തോഷം. ആൻഡ് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ജിദ്ദയിലേക്കുള്ളൊരു മാറ്റം, ജിദ്ദയിലേക്ക് മാറി. ജിദ്ദയിൽ എന്തോരം വർഷം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഐഡിയ, അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ചേച്ചി പെട്ടെന്നായിരുന്നോ അതോ ഒരു ലോങ് ജേണി അങ്ങനെ ഒരു ഇതായിരുന്നോ ചേച്ചിക്ക്? ഞാൻ ജിദ്ദയിൽ എത്താനുള്ള കാരണം,
കാര്യം എൻ്റെ മമ്മി പുറത്തായിരുന്നെങ്കിലും ഞാൻ നാട്ടിൽ നേഴ്സിംഗ് ചെയ്തു. പക്ഷേ നേഴ്സിങ്ങിലൂടെ നമുക്ക് പുറത്ത് എത്താൻ വളരെ എളുപ്പമാണെന്ന് ആ ഒരു സമയത്ത് വളരെ അതായത് ഏജൻസികളും കാര്യങ്ങളും ഇങ്ങനെ ആഡ് കൊടുത്തു. പക്ഷേ ആക്ച്വലി ഞാൻ ജിദ്ദയിലെത്താനുണ്ടായ കാരണം അങ്ങനെ പോകുമ്പോൾ ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലായിരുന്നു, കാരണം ആ ഒരു സമയത്ത്. പക്ഷേ എന്നെ അന്ന് കൊണ്ടുപോകാനൊന്നും ആരും ഇല്ലായിരുന്നു. അതായത് ഫ്ലൈറ്റ് കയറാനോ, ഇത് റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ട് തള്ളുന്നൊന്നും അല്ല കേട്ടോ, കാരണം ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. കാരണം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ സ്വന്തം പൈസ കൊണ്ട്, അന്ന് എൻ്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അന്ന് ഞാൻ കഷ്ടപ്പെട്ട ഒരു പൈസ കൊണ്ടാണ് ഞാൻ ആദ്യമായി സൗദി പോകുന്നത്. പക്ഷേ ജിദ്ദയിൽ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ IELTS എഴുതി, എനിക്ക് 6.5. കാരണം അന്ന് നമുക്ക് പ്രൊമട്രിക് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. നമുക്ക് എവിടെ ചെന്നാലും അതിൻ്റേതായ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട്. സോ അപ്പോൾ ഇന്ത്യയിൽ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഗിവ് ഇറ്റ് എ ട്രൈ, കാരണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഡ്യൂട്ടിക്ക് ഇടയിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സായിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറിവ് വെച്ച് ഞാൻ ജസ്റ്റ് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പ്രൊമട്രി ഞാൻ പാസ്സായി. പക്ഷേ അത് എക്സ്പയറി ആകുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തെത്തണം. പക്ഷേ അന്ന് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ചോയ്സാണ് ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യ. അപ്പം അന്ന് ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രൊമട്രി പാസ്സായ കുട്ടികൾ വളരെ കുറവായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ അന്നും നേഴ്സിംഗ് അല്ല, ആ ഫ്ലൈറ്റിൽ കയറി ആ നാട്ടിൽ വന്ന് എങ്ങനെയാണ്, കാരണം നമ്മളെപ്പോഴും കാണുന്നതാണ് പുറത്തുനിന്ന് വരുന്ന ഒരു നേഴ്സിന് കിട്ടുന്ന സ്വീകരണം. പക്ഷേ അന്നൊന്നും നമുക്ക് ആ ഒരു ഇതറിയില്ല. പക്ഷേ അവിടെ ചെന്ന് സ്വീകരണത്തിനും അപ്പുറം ഞാൻ ഫേസ് ചെയ്ത ചലഞ്ച്, ആ കമ്മ്യൂണിക്കേഷൻ ബാരിയർ, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ലിസൺ ചെയ്യാൻ ആരും ഇല്ലാതിരിക്കുക, ആ കൾച്ചറൽ ഷിഫ്റ്റ്, അത് ഭയങ്കര ഒരു മെൻ്റലി നമ്മൾ വളരെ വീക്കായി പോകും. കാര്യം നമുക്ക് അവിടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, നാട്ടിൽ നിന്ന് കയറി പോകുന്ന കുട്ടികൾ. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പം നമുക്കിങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കാം, ശരിയാണ്. പക്ഷെ നമ്മൾ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് ചേക്കേറുമ്പോൾ അവരുടേതായ കൾച്ചറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതല്ല, ആ രാജ്യത്തിലുള്ളവരെ കേൾക്കാനും. അതായത് മിക്സ് കൾച്ചറാണ് അവിടെ. ആ മിക്സ് കൾച്ചറിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പർദ്ദ യൂസ് ചെയ്യണം. നമ്മൾ പർദ്ദ യൂസ് ചെയ്യുമ്പം നമുക്ക് കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഭയങ്കര ചൂട് രാജ്യമാണ്. അതിലുപരി നമ്മൾ അവരുടെ ഭാഷ നമുക്ക് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, അന്ന് നമ്മുടെ വഴികളിൽ നമ്മൾ കാണാതെ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ, ഇതൊക്കെയാണ് ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ. ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗീനെ കെയർ ചെയ്യുന്നത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ പോകുന്ന വഴിയിലൂടെ ദൈവം നമ്മളെ നടത്തുന്ന ആ പാതേനെ നമുക്ക് നേഴ്സിംഗ് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ രോഗികളെ ശുശ്രൂഷിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവണം, നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നല്ല കേൾവി ഉണ്ടാവണം, കാഴ്ച ഉണ്ടാവണം, നമ്മുടെ സംസാരം വളരെ ക്ലാരിറ്റിയായി, അല്ലെങ്കിൽ നമ്മുടെ സംസാരം മറ്റൊരാളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പൊളൈറ്റ് ആയിരിക്കണം, നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. സോ ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റിൽ ഞാൻ നേടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ ബി എ ഗുഡ് ലിസണർ. അതാണ് ആ ഒരു, ഇപ്പോൾ എന്നോട് ചോദിച്ചു പോലെ കൾച്ചറൽ ഒരുപാടുണ്ട്. നമ്മളിപ്പം സൗദിയിൽ പർദ്ദ ഇടണം, അല്ലെങ്കിൽ നമ്മൾ സൗദിയിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ പ്രെയറിൻ്റെ ടൈമിൽ നമ്മളതനുസരിച്ച് നിസ്കരിക്കാനും നമ്മളത് റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ റെസ്പെക്റ്റ് വേണം. പക്ഷേ അതിലുപരി ഏതൊരു കൾച്ചർ, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും, വി ഹാവ് ടു ബി എ ഗുഡ് ലിസണർ. അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ അതാണ്. വേറൊരു രാജ്യത്തേക്ക് നമ്മൾ ചേക്കേറുമ്പോൾ അവരെ മനസ്സിലാക്കുക, അവരുടെ ഭാഷ മനസ്സിലാക്കുക, അവരുടെ ഫുഡ്, കൾച്ചർ, എന്തും നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ആരെയും കുറ്റപ്പെടുത്താതെ. കാരണം നമ്മളാണ് ചൂസ് ചെയ്തത് നമ്മൾ എവിടെ പോകണം, രാജ്യത്തെ അല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. നമ്മൾ അവിടെ ഒറ്റപ്പെടുന്നെങ്കിൽ അതിൻ്റെ ഒരു റീസൺ നമ്മളാണ്, കാരണം നമ്മൾ ചൂസ് ചെയ്തു. സോ പിന്നെ നമുക്കിനി ന്യൂസിലൻഡിലേക്ക് കടക്കാം. സോ ഇറ്റ്സ് ബീൻ സോ ലോങ് സിൻസ് ചേച്ചി ഇവിടെ വന്നിട്ടും, ആൻഡ് ഓൾസോ ഫാമിലി ആൻഡ് എവ്രി വൺസ് ഹിയർ. സോ ന്യൂസിലൻഡിലെ കഥ നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. ചേച്ചി എപ്പോഴാണ് ഇങ്ങ് വന്നത്? ഇവിടുത്തെ ആ ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും ഒന്നും കൂടി കൾച്ചറൽ ഷോക്കായിട്ട് എനിക്ക് തോന്നുന്നത്, മെയിൻലി ബിക്കോസ് ഓഫ് ദി ലാംഗ്വേജ് ബാരിയർ. ബിക്കോസ് എല്ലാവരും എന്താ പറയുക, പല കൾച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും, ഈവൻ ഇഫ് ഏഷ്യൻസ് ഓർ ലൈക്ക് എനിത്തിങ്, ഇംഗ്ലീഷ്, വൈറ്റ്സ്, എവറിത്തിങ്, ബട്ട് നമ്മുടെ ആ ലാംഗ്വേജ് ബാരിയറും കൾച്ചറൽ ഡിഫറൻസസും എല്ലാം ജസ്റ്റ് നമുക്കൊന്ന് ചുരുക്കി പറയാൻ പറ്റും. ഞാൻ
ഞാൻ മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡ്, പിന്നെ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ മാരീഡാണ് എന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം, ഞാൻ എങ്ങനെ ന്യൂസിലൻഡിലെത്തി. അതിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് ഞാൻ വിവാഹിതയാണ് എന്ന് പറയുന്നതിലൂടെയാണ്. ഞാൻ അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. കാര്യം നമ്മുടെ ടോപ്പിക്ക് നേഴ്സിംഗ് ജേർണി ആണെങ്കിലും ഞാൻ ഇന്നൊരു നേഴ്സാണ്. അതിലുപരി ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. നേഴ്സിങ്ങിൽ എനിക്ക്, അതായത് ഞാൻ ചോദിച്ചത് എപ്പോൾ ഞാൻ ന്യൂസിലൻഡിലെത്തി, അത് കഴിഞ്ഞ് മുന്നോട്ട് ഞാൻ വരാം. ഞാൻ 2016 ന്യൂസിലൻഡിലെത്തുന്നത്. അന്ന് ഞാൻ ന്യൂസിലൻഡിലെത്തിയത് എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയിലാണ് ഞാൻ ന്യൂസിലൻഡിൽ എത്തുന്നത്. 2016 ഞാൻ ന്യൂസിലൻഡിലെത്തുന്നത് വിസിറ്റിംഗ് വിസയിലാണ് എന്ന് തോന്നുന്നു. വിസിറ്റിംഗ് വിസയിലാണ്. പക്ഷേ ആ സമയം IELTS-ൻ്റെ ബുദ്ധിമുട്ടും പിന്നെ IELTS എഴുതാൻ എനിക്കൊരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സ്വയം ഒരു തോന്നലുണ്ടായിരുന്നു, ഞാൻ എഴുതിയാൽ കിട്ടത്തില്ല. അത് ഞാൻ ശരിക്കും എൻ്റെ ലൈഫിൽ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല IELTS ജയിക്കണം. പക്ഷേ കുറേയൊക്കെ വായിക്കും, അല്ലെങ്കിൽ കുറേ റീഡ് ചെയ്യും, റിട്ടേൺ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കും, പോയി 2-3 വട്ടം ട്രൈ ചെയ്തു. പിന്നെ കുറേയൊക്കെ ദൈവത്തോട് ദൈവമേ എന്നെ ജയിപ്പിക്കണേ. പക്ഷേ ഞാൻ 2 വട്ടം എഴുതി, ഞാൻ IELTS പാസ്സായില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. നീ ഇഞ്ഞ് പോരെ സൗദിയിൽ നിന്ന്, നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട്. അപ്പം അന്നൊക്കെ നഴ്സിംഗ് ഒരു റൂള് നഴ്സിംഗ് കൗൺസിലുണ്ടായിരുന്നു, നമ്മൾ ഇൻ്റർനാഷണൽ നേഴ്സസ് ഇവിടെ വന്നു കഴിയുമ്പോൾ 5 ഇയർ ഗ്യാപ്പിനുള്ളിൽ നമ്മൾ എഴുതിയെടുത്താൽ മതി. പക്ഷെ അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിട്ട് എന്നോട് പറയും, നീ ഇഞ്ഞ് വരണം, അത് കുഴപ്പമൊന്നുമില്ല, നമുക്കുള്ളതുപോലെ. അന്നും എൻ്റെ ഹസ്ബൻഡ് ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോഴും ആ ഒന്നുമില്ലാത്തതിൽ നിന്നാണ് ഞാനും എൻ്റെ കെട്ടിയവനും ഒരു ജീവിതം പടുത്തെടുത്ത്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് എൻ്റെ കുടുംബത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ എനിക്ക് വളരെ, എന്നെ അതായത് അമ്മായിയപ്പൻ അമ്മായിയമ്മ അങ്ങനെ ഒരു രീതിയിലല്ല, അവരെന്നെ സ്വന്തം മകളെ പോലെ. കാരണം എൻ്റെ അപ്പനും അമ്മയും കൈപിടിച്ച് ഏൽപ്പിച്ചപ്പോൾ അവരെന്നെ സ്വന്തം മകളെ പോലെയാണ് അവർ കരുതി. ഇന്ന് ഈ 10 വർഷം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, 10 വർഷവും അവരെന്നെ കാണുന്നത് അങ്ങനെയാണ്. കല്യാണത്തിന് അപ്പം ഞാൻ നേഴ്സായിരുന്നില്ല. ഇവിടെ ഞാൻ വിസിറ്റിംഗ് വിസയിൽ വന്നു. എൻ്റെ ഹസ്ബൻഡ് അന്ന് വർക്ക് വിസയിൽ നിൽക്കുന്നതേ ഉള്ളൂ. സോ ജീവിതം റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും അത്രയും ശമ്പളമുള്ള ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത്, കാരണം ഇന്നത്തെ ലോകത്ത് എല്ലാവരും പണത്തിൻ്റെ പുറകെ പോകുമായിരിക്കും. പക്ഷേ എനിക്ക് കുടുംബം, മക്കൾ, അതായത് നമ്മൾ ആ ഒരു സ്വപ്നം, കുറേ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിലല്ല, നമ്മളൊരു കുടുംബമാകുമ്പം ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ. അന്ന് കല്യാണം കഴിച്ചു, അന്ന് ആ ഒരു സമയത്ത് ഹസ്ബൻഡ് തന്നെ ആ ഒരു സപ്പോർട്ടിൽ ഞാൻ ന്യൂസിലൻഡിലെത്തി. വർഷം 4 കഴിഞ്ഞിട്ടും ഞാൻ നേഴ്സിങ്ങിന് 2 വട്ടമൊക്കെ ട്രൈ ചെയ്തു. അതായത് അന്ന് ഇവിടെ ക്യാപ്പാണ്, അന്നല്ല, ഈ റീസെൻ്റ്ലി വരെ ക്യാപ്പായിരുന്നു. ക്യാപ്പ് ഇപ്പം മാറി തുടങ്ങി. അത് കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയും. അന്ന് എൻ്റെ ഹസ്ബൻഡ് ടേക്ക് യുവർ ടൈം, അതായത് നീ റഷ് ചെയ്യേണ്ട, നീ അതായത് ഒരു തരത്തിലും എന്നെ വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു നീ നിൻ്റെ സ്വന്തം സമയമെടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും റിലാക്സ് ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഞാനിത് നേരത്തെ ആ ഒരു ഇത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ പണ്ടേ സെറ്റിൽഡായി പോയേനെ, അതായത് ഇവിടെ സെറ്റിലായേനെ. പക്ഷേ ആ 4 വർഷം, അതിലാണ് എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ളത്. ആ 4 വർഷം ഞാൻ കെയർ ഗീവറായി ന്യൂസിലൻഡിൽ ജോബ് ചെയ്തു. പക്ഷെ പലരും ഈ കെയർ ഗീവർ എന്ന് പറയാൻ, എൻ്റെ സുഹൃത്തുക്കളിൽ പോലും പറയാൻ മടി കാണിക്കുന്നവരുണ്ട്. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് എൻ്റെ ഒരു റിയൽ ലൈഫ് ജേർണി പോകുമ്പോൾ അത് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ഞാൻ എന്നെ പൊക്കി കാണിക്കുന്ന ഒരു ഇതല്ല. പക്ഷേ അവർ കെയർ ഗീവിങ് ചെയ്ത് ഇവിടെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി, ഞാനും ഇവിടെ കെയർ ഗീവിങ് ചെയ്ത്. കാരണം നമ്മളിവിടുത്തെ റെൻ്റ് അടയ്ക്കണം, നമ്മളിവിടുത്തെ എക്സ്പെൻസ് വളരെ വളരെ കൂടുതലാണ്. കാരണം നാട്ടിലൊരു പാത്രം പോലും കഴുകാത്ത ആൾക്കാർ ഇവിടെ വന്ന് പാത്രം കഴുകുന്നു, അല്ലെങ്കിൽ ഇവിടെ വന്ന് തുണി മടക്കാൻ പോകുന്നു, ലോണ്ട്രോമാറ്റിൽ പോകുന്നു, പാക്ക് ആൻഡ് സേവ്, ഗ്രോസറീസ് എടുത്തു കൊടുക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ കുടുംബത്തിനെ, എന്നെ ഇവിടെ നിലനിർത്താൻ വേണ്ടി 4 വർഷം ഞാൻ കെയർ ഗീവറായി ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നേഴ്സിങ്ങിൽ വേണമെങ്കിൽ കൗണ്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയം തന്നെ എനിക്ക് ഏകദേശം 8-9 വർഷം എക്സ്പീരിയൻസ് നാട്ടിലും സൗദിയിലുമായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ ഒരു ടൈം ഫ്രെയിമിൽ
എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെയാണ് എനിക്ക് ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഞാൻ മനസ്സിലാക്കിയത്. ന്യൂസിലൻഡ് എന്ന കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു റെസിഡൻസിനോട് അല്ലെങ്കിൽ എൻ്റെ അതായത് അവരെ എനിക്ക് ശരിക്കും അല്ലെങ്കിൽ എൻ്റെ രോഗികൾ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ പ്രായമുള്ളവരെന്നല്ല പറയുന്നത്, എൻ്റെ സ്വന്തം അതായത് അവരെന്നെ സ്വന്തം പോലെ കരുതി. അതാണ് ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റിൽ ഞാൻ അവരെ കേൾക്കാൻ മനസ്സ് കാണിച്ചു. അല്ലെങ്കിൽ അന്ന് എൻ്റെ പൊട്ട ഇംഗ്ലീഷാണ് സത്യമായിട്ട്, എനിക്ക് നിങ്ങളുടെ മുന്നിലാണ് ഞാൻ പറയുന്നത്, അന്ന് എനിക്ക് സ്വയം എന്നോടൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ പോലും എനിക്കൊരു കോള് വന്നാൽ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് അല്ലെങ്കിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ എന്താ പറയുക വഴി പോയി നിന്ന് വരെ ഞാൻ സംസാരിച്ചിട്ടുള്ള കാലങ്ങളുണ്ട്. അല്ലെങ്കിൽ പാക്ക് ആൻഡ് സേവിൽ പോയി ഒരു എന്താ പറയുക ഒരു പഴം അല്ലെങ്കിൽ എന്താണ് ഒരു കിലോ ക്യാരറ്റ് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറയും നീ ചെല്ല്, നീ പോയി മേടിക്കുക. പക്ഷേ ഞാൻ ഒരിക്കലും അത് പോയി മേടിക്കാൻ ഞാൻ കാണിച്ചിട്ടില്ല. കാരണം അവിടെ ഇംഗ്ലീഷ് പറയണം. ഞാൻ സ്മാർട്ട് അല്ല എന്നുകൊണ്ടല്ല, കാരണം ഇപ്പം ആഷ്മി പറഞ്ഞ പോലെ സൗദി എനിക്ക് ഇച്ചിരിയും കൂടെ എളുപ്പമായിരുന്നു. കാരണം കമ്മ്യൂണിക്കേഷൻ കൊണ്ടും അതായത് നമുക്കവിടെ അതായത് ആർക്കും സൗദി ഭാഷ അറിയത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കാരണം അവിടെ നമ്മൾ കേഫാലക് അല്ലെങ്കിൽ എന്താണ് നമ്മൾ സൗദിയിൽ പറയുന്ന പല കാര്യങ്ങളും അവർ നമ്മളെ കേട്ട് നമ്മളോട് അവർ സഹകരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരിയൊക്കെ ഇംഗ്ലീഷ് അറിയാം, നമ്മളല്ല എനിക്ക് ഇച്ചിരിയൊക്കെ ഇംഗ്ലീഷ് അറിയാം. പക്ഷേ ഈ കേൾക്കുന്നവർക്കാണെങ്കിൽ നന്നായി ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ആ ഒരു ചമ്മൽ, ഞാനെന്ന വ്യക്തിയോടുള്ള ആ ഒരു അപകർഷതാബോധം അതെനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഈ 5 വർഷത്തിലേക്ക് എന്നെ പുറകോട്ട് വലിച്ചത്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോട്, ഇതിപ്പോൾ നേഴ്സിംഗ് ജേർണി എല്ലാവർക്കും ഉണ്ട്, ഈ കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ നിങ്ങളെ എന്തിനാ ആര് പുറകോട്ട് വലിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾ നിങ്ങളായി നിൽക്കുക, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ ലിമിറ്റേഷൻ നിങ്ങൾക്ക് മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. പക്ഷെ അത് ഞാൻ തിരിച്ചറിയാൻ എടുത്തത് 4.5 വർഷമാണ്. 4.5 വർഷം. ഇതിലെല്ലാം എൻ്റെ കൂടെ ഒപ്പം നിന്നത് എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്. അതിനിടയിൽ ഞാൻ പ്രഗ്നൻ്റായി. എനിക്ക് നല്ലൊരു മോള് ആ സമയം 2019 എനിക്കൊരു ഒരു പെൺകുട്ടിയായി. ഇന്ന് അവൾക്ക് 6 വയസ്സുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ ഒരു നാട്ടിലെത്തി ഈ നേഴ്സിംഗ് ജേർണിയിൽ ഞാനൊരു അമ്മയാണ്. എന്താ പറയുക ഈ നേഴ്സിംഗ് ജേർണിയിൽ ഞാൻ കണ്ടെടുത്ത അതായത് എൻ്റെ റെസിഡൻസ് കൈ പിടിച്ച് എന്നോട് പറയുന്ന ചില കാര്യങ്ങൾ അതെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുകയില്ലായിരിക്കും എന്നെ കാണുന്ന ജനങ്ങൾ. കാരണം അവരന്ന് അതായത് കട്ടിലേ കിടക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഡയപ്പർ മാറ്റുമ്പോഴും ഒരുപാട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എടുത്ത് പൊക്കി തിരിക്കാനൊക്കെ ശരിക്കും പാടാണ്. പക്ഷേ ഞാൻ അതായത് ആ സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെ ആദ്യം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇങ്ങനെ ഡയപ്പർ ചേഞ്ചിങ് ഒക്കെ വളരെ കുറവാണ്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കുടുംബമുണ്ട്. പക്ഷേ ന്യൂസിലൻഡിൽ വരുമ്പോൾ കുടുംബമല്ല, നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പലപ്പോഴും ആദ്യം ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് അതെൻ്റെ ഒരു കുടുംബം പോലെയായി. കാരണം അതായത് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് റെസ്റ്റ് ഹോം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്. ആ സമയത്ത് അവരെനിക്ക് തന്ന ആ ഒരു അതായത് എൻ്റെ ആ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ അവരെനിക്ക് തന്ന കെയർ, ആ ഒരു എന്താ പറയുക എൻ്റെ വയറ് അതായത് എൻ്റെ കുഞ്ഞിനെ ഞാൻ ക്യാരി ചെയ്തപ്പോൾ 3 മന്ത്സിൽ അവരെന്നോട് കുഞ്ഞ് ഓക്കെ ആണോ? കാരണം അവർക്ക് വേറെ ആരും കാണാനില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ മാതാപിതാക്കൾക്കൊപ്പം ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പോലെ ഈ നാട്ടിലെ ഒരു വലിയ വ്യത്യാസമാണ്. അവരവിടെ ഒറ്റയ്ക്കെന്നല്ല, കാരണം അവർ പണിയെടുത്ത ഒരു ലൈഫിലാണ് അവർ എൻജോയ് ചെയ്ത് ആ റെസ്റ്റ് ഹോമിൽ അവർ ജീവിക്കുന്നത്. പക്ഷെ നമ്മളാണ് അവരുടെ എന്താ പറയുക അവരെ സഹായിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ നമ്മളെ കേൾക്കാനും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കെയർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ? അല്ലെങ്കിൽ ചില റെസിഡൻസ് കംപ്ലൈൻറ്റ് ചെയ്യും. പക്ഷേ ഈ 4 വർഷം ഞാനിവിടെ വർക്ക് ചെയ്ത് ആരും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്, ഇന്നിപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ ആ ഒരു കമ്പനി ഉണ്ടാവാം, വേണേൽ അവർക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് കൊടുക്കുക, അതൊരു പ്രശ്നമല്ല. പക്ഷേ അന്ന് ഞാൻ എൻ്റെ 4 വർഷം തികഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മോളെ ക്യാരിങ് ആയ സമയത്താണ് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. പക്ഷേ ആ ഒരു 9 മാസം അവരെനിക്ക് തന്ന അതായത് എൻ്റെ 2ാം മാസത്തിൽ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ 6ാം മാസത്തിൽ എങ്ങനെയുണ്ട്, 8ൽ എങ്ങനെയുണ്ട്, നീ ഓക്കെ ആണോ, കുനിയാൻ കഴിയാത്തവർ പോലും നീ കുനിയണ്ട, കാരണം ഹെവി ആയിട്ടുള്ളവരുണ്ടല്ലോ, പക്ഷെ അവർ വരെ സ്വയം അവരിലേക്ക് തിരിഞ്ഞ് അതായത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. സോ അപ്പോൾ അത്തരത്തിലുള്ള എനർജീസ് അതായത് ആ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക അറ്റൻഷൻ, അത് കരുതൽ നമ്മളിലേക്ക് കിട്ടുമ്പം അത് എൻ്റെ ഒരു നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം, നമ്മുടെ
പറയാം, അതെല്ലാവരും ബേസിക്കാണ്. അതായത് സ്പൂൺ ആൻഡ് ഫോർക്ക് എന്ന് നമ്മൾ പറയുന്ന പോലെ എന്താണ് നമ്മൾ മെഡിസിൻ കൊടുക്കണം, അല്ലെങ്കിൽ കുളിപ്പിക്കണം, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻ്റ് നോട്ട് എഴുതണം, ഒക്കെ ഉണ്ട്, നമ്മളത് പഠിച്ചത്. പക്ഷേ അതിലും അപ്പുറം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു നേഴ്സിംഗ്, നമ്മുടെ മുന്നിലായിരിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാൻ, അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തിയായി അവരെ അറ്റ്ലീസ്റ്റ് അവരുടെ ഷൂസിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ പാതി പ്രശ്നങ്ങൾ അവിടെ തീരും. അതാണ്. പിന്നെ വരുന്നുണ്ട്, നമ്മൾ വർക്ക് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അതായത് മറ്റൊരു സ്റ്റാഫിൻ്റെ, അതായത് ബുള്ളിങ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു പ്രായമുള്ള ഒരു വ്യക്തിനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമ്മളും ഒരു പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കും എന്ന് പണ്ടത്തെ കാലത്തൊരു ചൊല്ലുണ്ട്. അതായത് നാളെ നമ്മളും കൊഴിയും. അത് നമ്മളും മനസ്സിലാക്കുന്നില്ല. കാരണം ഇന്ന് നമ്മളൊരു ഗുഡ് സ്ട്രെങ്ത് ഉണ്ട്, നമുക്ക് നല്ല ഫാമിലി ഉണ്ട്. പക്ഷേ ആ ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളൊന്ന് കൊഴിഞ്ഞു പോട്ടെ, അല്ലേ? എത്രമാത്രം നമ്മൾ ആ ഫാമിലിയുടെ ബാലൻസ് താഴെ എത്തി എന്ന് പറയുന്ന പോലെ നമ്മുടെ നേഴ്സിംഗ് ലൈഫിൽ നമ്മുടെ ഷൂസിൽ നിന്നുകൊണ്ട് മാത്രം ഒരു വ്യൂ കാണാതെ നമ്മൾ ആരെ കെയർ ചെയ്യുന്നോ അവരുടെ ഷൂസിലൂടെ നിന്ന് കാണുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പാതി പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും. അങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതാണ് എന്നെ ഈ ന്യൂസിലൻഡ് ലൈഫിൽ, കാരണം ശരിയാണ്, ഇവരുടെ ട്രീറ്റി ഓഫ് വൈറ്റാങ്കി ഇവരുടെ കൾച്ചറിൽ വരുന്ന ഒന്നാണ്, ഇവരുടെ നേഴ്സിംഗ് കെയർ പ്ലാനിൽ വരുന്നതാണ് ഫോൺ ഓഫ് ആലെ. അങ്ങനെ ഒരു അതായത് പേഷ്യൻറ്റിൻ്റെ വെൽബീയിങ്, സ്പിരിച്വൽ, മെൻ്റൽ, അതെന്ന് പറയുന്നത് എന്താണ്, നമ്മളെന്ന വ്യക്തിയിലുള്ള കാര്യങ്ങളാണ്, അല്ലേ? ഇതെല്ലാം നമ്മളിലും ഇല്ലേ? നമ്മളിലൊരു സോളുണ്ട്, ബോഡിയുണ്ട്, എന്താണ് ഹെൽത്ത് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളാണ് ഈ നേഴ്സിംഗ് എന്നുള്ളത്. അത് ഞാൻ മനസ്സിലാക്കിയത് ഈ ന്യൂസിലൻഡിലെ റെസ്റ്റ് ഹോമിൽ നിന്നാണ്. അതാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ. അതായത് ഈ സൗദി എന്നുള്ള രാജ്യത്ത് നിന്ന് ഞാൻ ന്യൂസിലൻഡിലെത്തി. പക്ഷേ സൗദിയിൽ അത് ശരിക്കും എനിക്കൊരു അഡാപ്റ്റീവ് നേഴ്സിംഗ് ആയിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇമോഷണലി കൾച്ചറലി ഒക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷം. കാരണം ആദ്യത്തെ പുറം നാട്ടിലെ ജോലി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. സൗദിയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാവരും സ്നേഹമായിരുന്നു, മലയാളികളായിരുന്നു. അപ്പോൾ നമ്മളൊരു കൊച്ചു കേരളത്തിൽ വന്ന പോലെ. പക്ഷേ ന്യൂസിലൻഡിൽ വരുമ്പം അത് ശരിക്കും പറഞ്ഞാൽ ഗ്രോത്തിനോടൊത്ത് നമ്മളെ ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റ്, നമ്മൾ ഇവരുടെ കൾച്ചർ പഠിക്കുവാണ്. പക്ഷെ സൗദിയിൽ നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ അവരോടൊത്ത് ചേരുവാണ്. പക്ഷേ ന്യൂസിലൻഡിലേക്ക് അത് തിരിയുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് പഠിച്ച് നമ്മൾ ആ ഒരു കൾച്ചറിലോട്ട് മാക്സിമം അവരെ റെസ്പെക്റ്റ് ചെയ്ത് ആ ഒരു എന്താ പറയുക, അത് ഫുഡായാലും കൾച്ചറായാലും അവരുടെ ഓരോ രീതികൾ കൾച്ചറലി നമ്മളൊരു ഡിഫറൻസ് കാണിക്കാതെ, അതായത് ഇവിടെ കിവീസ് ഉണ്ട്, മൗറീസ് ഉണ്ട്, സമോവൻസ് ഉണ്ട്, അതായത് പല ഇന്ത്യൻസ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്, ഫിലിപ്പീൻസിൽ നിന്ന് ആൾക്കാരുണ്ട്. മൾട്ടി കൾച്ചറാണ്. അപ്പോൾ നമ്മൾ എത്ര മൾട്ടി കൾച്ചറാണേലും ഏത് രാജ്യത്തു നിന്ന് വന്നവരാണേലും ന്യൂസിലൻഡിനെ അറിയണമെങ്കിൽ ന്യൂസിലൻഡിൻ്റെ കൾച്ചർ അറിയണം. അതാണ് ആ ഒരു ന്യൂസിലൻഡിൻ്റെ എന്താ പറയുക ആ ഒരു സൗന്ദര്യം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ന്യൂസിലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. അത് ശരിയാണ്, വളരെയേറെ ശരിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ. പക്ഷേ വരുന്ന ആ ഒരു സമയം ഒട്ടും ഈസി അല്ല. ലൈക്ക് വി ക്യാൻ കം ഓവർ ദാറ്റ്, വി ക്യാൻ വർക്ക് ഓൺ ദാറ്റ്. പക്ഷേ നമ്മൾ കഷ്ടപ്പെടണം. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ യാത്ര ഒട്ടും സിമ്പിൾ ആയിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരുടെയും എല്ലാവരുടെയും കഥ അങ്ങനെ തന്നെയാണ്. HK ഫെസിലിറ്റിയിൽ പറഞ്ഞ പോലെ അത്രയും ഡിഗ്നിറ്റി ഉള്ള ജോബ് എന്ന് തന്നെ ഞാൻ പറയും. വർക്ക് ചെയ്തു അത്രയും കാലം, അതും 4.5 years വർക്ക് ചെയ്തു. എന്നിട്ട് ബേബി ഉണ്ടായി, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ കുറച്ചാൾ പോയി. ചേച്ചി പിന്നെ എവിടെയാണ് നേഴ്സായിട്ട് ജോബ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 5 വർഷം തികഞ്ഞ അന്നാണ് നേഴ്സിംഗ് കൗൺസിലിൽ എൻ്റെ 5 വർഷം തികയാൻ ഒരു ദിവസം ബാക്കിയുള്ളപ്പോഴാണ് എൻ്റെ OETയുടെ റിസൾട്ട് വരുന്നത്. ആ ഒരു 24 hours എനിക്ക് തോന്നുന്നു അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ ഒരു നേഴ്സിംഗ് കെയർ തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയിലൂടെ ആവട്ടെ. എല്ലാ കെയറിനും അതിൻ്റേതായ മഹത്വമുണ്ട്. ഇന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കടന്നു വന്ന വഴികളിൽ ചിലപ്പോൾ ദൈവത്തെ മറന്നു പോയിട്ടുണ്ട്. കാരണം മറന്നു പോയിട്ടുണ്ട്, അത് അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ വരുമ്പം ഞാനും ഒരു മനുഷ്യനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ ഒരു എന്താ പറയുക കറക്റ്റ് 24 മണിക്കൂറിനുള്ളിൽ വന്നില്ലെങ്കിൽ, കാരണം ന്യൂസിലൻഡിൽ മണിക്കൂറിന്
അതായത് മണിക്കൂറാണ് കൗണ്ടഡ്. കാരണം നമ്മുടെ നാട്ടിലാണല്ലോ അയ്യോ സമയം കഴിഞ്ഞു പോയി, ഒരു 2 ദിവസം കൂടെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ അതായത് നാട്ടിലെ നേഴ്സിംഗ് അല്ലെ മാനേജർ. പക്ഷേ ന്യൂസിലൻഡിൽ നിങ്ങൾ ആ ഒരു 24 hours സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ അത് അതൊരിക്കലും പിന്നീട് വാലിഡ് ആവില്ല. എന്ന് പറഞ്ഞാൽ ആ 24 hours കൊണ്ട് എൻ്റെ OETയുടെ റിസൾട്ട് വരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നു, അപ്പോൾ തന്നെ ഞാൻ പള്ളിയിൽ പോയി കേട്ടോ, പറയുമ്പോൾ അതും പറയണമല്ലോ. അത് ഞാൻ എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോറ് കൊടുപ്പൊക്കെ നിർത്തി അപ്പോൾ തന്നെ ഞാൻ പള്ളിയിൽ പോയി നന്ദി പറഞ്ഞു. ഹസ്ബൻഡ് ജോലിയിലായിരുന്നു, വന്നു. ഞാൻ അതായത് വന്നു 1/2 hour കൊണ്ട് തന്നെ ഞാൻ നേഴ്സിംഗ് കൗൺസിലിൽ ലോഡ്ജ് ചെയ്തു എൻ്റെ റിസൾട്ട്. ഒരു 24 hours ആണോ 48 hours ആണോ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ഇൻവിറ്റേഷൻ വരികയാണ്, നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്, ബാക്കിയുള്ള പ്രോസസ്സ് CGFNS സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പലപ്പോഴും അതും എനിക്ക് കൂട്ടിച്ചേർക്കണം. ന്യൂസിലൻഡ് പോലുള്ള രാജ്യത്ത് എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതായത് ഈ വെസ്റ്റേൺ കൺട്രിയിൽ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നവരുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അത് ഇപ്പം എന്താ പറയുക എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ മനസ്സിൽ ദൈവമുണ്ട്, ചെയ്യുന്ന പ്രവൃത്തികളിലും ദൈവം നമ്മളെ കാണുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്ന് പറഞ്ഞ പോലെ ദൈവം എന്നെ നടത്തുന്നു, നിങ്ങളെയും നടത്തട്ടെ. അങ്ങനെ ന്യൂസിലൻഡിൽ ചേച്ചി രജിസ്ട്രേഷൻ കിട്ടി. NCNZ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡിൽ RN ആയിട്ടുള്ള രജിസ്ട്രേഷൻ കിട്ടി വിത്ത് APC സർട്ടിഫിക്കറ്റ്. അത് വെച്ചിട്ടാണ് നമുക്ക് വാലിഡ് ആവുള്ളൂ, നമ്മളൊരു നേഴ്സ് ആവുള്ളൂ. സോ അത് എല്ലാ വർഷവും അതിൻ്റെ റിന്യൂവൽ ഉണ്ടെങ്കിലും വി ആർ എ നേഴ്സ് അണ്ടർ ദാറ്റ്. അങ്ങനെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു 5 years വർക്ക് ചെയ്തിട്ട് ചേച്ചി പിന്നെ നേഴ്സിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? ലൈക്ക് ന്യൂസിലൻഡിൽ ഒരു നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്തത് എപ്പം മുതലാണ്? ഞാൻ ന്യൂസിലൻഡിൽ നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2021 ആ ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ഇവിടെ കോമ്പിറ്റൻസിയാണ് ചെയ്തത്. ഇപ്പം കോമ്പിറ്റൻസി ഇല്ല, ഇപ്പം നേഴ്സിംഗ് കൗൺസിൽ റൂള് മാറ്റി. ഇപ്പം ഉള്ളത് ഓസ്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനിയുള്ള കുട്ടികൾ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന കോമ്പിറ്റൻസി ഞങ്ങളോടുകൂടി ലാസ്റ്റ് ബാച്ച് അതവിടെ തീരുമായിരുന്നു. അങ്ങനെ കോമ്പിറ്റൻസി ഫിനിഷായി. നമുക്ക് കോമ്പിറ്റൻസി ഫിനിഷായി ഒരു 1 monthനുള്ളിൽ നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടും. സർട്ടിഫിക്കറ്റായിട്ട് നമ്മുടെ ഹോം അഡ്രസ്സിലോട്ട് അവർ അയച്ചു തരും. വൺസ് കോമ്പിറ്റൻസി പാസ്സായി നമ്മൾ രജിസ്ട്രേഷനായിട്ട് നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങും. അതൊരു വലിയ പ്രോസസ്സാണ്. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പതുക്കെ ജോലിയൊക്കെ അപ്ലൈ ചെയ്തു. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ അപ്ലൈ ചെയ്തു. പക്ഷേ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തെടുത്തു നിന്ന് തന്നെ എനിക്ക് വിളി വന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ഞാനിന്നൊരു ന്യൂസിലൻഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സർജിക്കൽ ഹോസ്പിറ്റലിലാണ് ഞാനിന്ന് വർക്ക് ചെയ്യുന്നത്. 100 വർഷമായി ആ ഹോസ്പിറ്റൽ. അങ്ങനെ ജോലി കിട്ടി. ആ ഒരു ഭാഗ്യം വളരെ വലിയൊരു ഭാഗ്യമാണ്. ആൻഡ് ദെൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ന്യൂസിലൻഡിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാരുടെയും ആൻഡ് ഓൾ ലൈക്ക് മൈഗ്രൈൻ നേഴ്സസിൻ്റെയും ഒരു ഇതാണ് ഇവിടുത്തെ പല ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? ലൈക്ക് ആസ് ഇഫ് ഇൻ കേസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണോ, അങ്ങനെ എന്ത് പരമായിട്ടുള്ള നേഴ്സസിനാണ് ഇവിടെ കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നേഴ്സുമാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഒന്നല്ല, പല എക്സാമ്പിളായിട്ട് ചുരുക്കി ഞാൻ പറയുകയാണെങ്കിൽ പല സ്പെഷ്യാലിറ്റീസ്, അതായത് ഇപ്പം ഡോക്ടറേറ്റ് എടുക്കാം, അല്ലെങ്കിൽ നേഴ്സിംഗ് പ്രാക്ടീഷണർ ആവാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആവാം, ക്ലിനിക്കൽ നേഴ്സ് ആവാം. അതുപോലെ തന്നെ ഫിഫോ നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട്, അതായത് ന്യൂസിലൻഡിൽ നിന്ന് ട്രാവൽ ചെയ്തുള്ള നേഴ്സുമാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി ഈ ഫിഫോ സാധാരണ ആൾക്കാർ ചെയ്യുന്ന, ഫിഫോ എന്നാണ് അതിനെ പറയുന്നത്, സാധാരണ ന്യൂസിലൻഡ് ടു ഓസ്ട്രേലിയ നമ്മുടെ രജിസ്ട്രേഷൻ എപ്പോഴും ലിങ്ക്ഡ് ആയിരിക്കും. അതായത് ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ കിട്ടിയ ഒരാൾക്ക് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം നമുക്ക് അത് ജസ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ്റെ കോപ്പി അവരുടെ കൗൺസിലിലോട്ട് അയച്ചു കൊടുത്ത് നമുക്കത് നമ്മുടെ രജിസ്ട്രേഷൻ അവിടെയും പുതുക്കാവുന്നതാണ്. അപ്പം ന്യൂസിലൻഡിലുള്ള നേഴ്സുമാർക്ക് ഇവിടെയും വർക്ക് ചെയ്യാം, ഓസ്ട്രേലിയയിൽ പോയാൽ അവിടെയും വർക്ക് ചെയ്യാം. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ നേഴ്സിംഗ് ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ നല്ല ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. പിന്നെ അവിടെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെൻ്റൽ ഹെൽത്തിൽ ചെയ്യാം. അങ്ങനെ ഓരോ വെറൈറ്റീസ്
ഉണ്ട് നേഴ്സിൽ തന്നെ. പിന്നെ ന്യൂസിലൻഡിലോട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ കമ്മ്യൂണിറ്റി നേഴ്സുണ്ട്, മെൻ്റൽ ഹെൽത്ത് നേഴ്സുണ്ട്, വൂണ്ട് നേഴ്സുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച്, അതായത് ഏതിലാണ് അവരുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്കങ്ങനെ സ്പെഷ്യലൈസേഷൻ ഏറെയാണ് ന്യൂസിലൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം ലൈക്ക് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആസ് വെൽ ആസ് മൈഗ്രൻ്റ് നേഴ്സസ് വാസ് ലുക്കിംഗ് ഫോർ ലൈക്ക് കുറേ പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ദേ ആർ റിയലി അസ്പയറിങ്. ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുറേ പേർക്ക് ഇത് വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ്. ആൻഡ് ഇനി എനിക്കുള്ളൊരു ഡൗട്ട് ലൈക്ക് ആസ് ഓഫ് എനിക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ നഴ്സിങ്ങിൽ ഇവിടെ ഇപ്പം നമ്മൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ബേസ് ആയിട്ടും ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത് ആസ് ഒരു പേഷ്യൻറ്റിന് ലൈക്ക് ഫുൾ കെയർ ആണോ, അങ്ങനെ എങ്ങനെയായിരിക്കും അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക? ഞാൻ തിയേറ്റർ നേഴ്സായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൽ തന്നെ ഞാൻ തിയേറ്റർ നേഴ്സ് ആണെങ്കിൽ പോലും എൻ്റെ മാനേജ്മെൻറ്റ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ അതിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ലേസർ കമ്മിറ്റി, അതായത് യൂറോളജി മെയിൻ സ്പെഷ്യാലിറ്റി എടുക്കുന്നവർക്കറിയാം ലേസർ ട്രെയിനിങ് കോഴ്സ്. അപ്പം ലേസർ സേഫ്റ്റി ഓഫീസറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അതായത് മുന്നോട്ടുള്ള ഇപ്പം ചോദിച്ച പോലെ നമ്മുടെ ഓരോ ഡെവലപ്മെൻറ്റ് നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്ന കുട്ടികളോടാണേലും ഞാൻ രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ പോലും അതിൽ തന്നെ ഞാൻ പല അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ ജോലിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു സർജറി നേഴ്സാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ റോബോട്ടിക് സർജറി സ്റ്റാർട്ട് ചെയ്യുമ്പം അതിലും നമ്മൾ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ എന്നെ സ്വയം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരാനിരിക്കുന്ന ഓരോ നേഴ്സുമാരോടും, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ന്യൂ ഗ്രാഡ്സ് ആവാം, സ്റ്റുഡൻറ്റ് നേഴ്സ് ആവാം, അല്ലെങ്കിൽ വർക്കിംഗ് മദേഴ്സ് ആവാം, ആരോടാണെങ്കിലും ഈ നേഴ്സിങ്, അതായത് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. അപ്പം നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കി അത് അത്ര ഈസി അല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. അത് നമുക്ക് ആ ഒരു വഴിയിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചലഞ്ചസ് നമ്മൾ ഇമോഷണലി ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ നമ്മുടെ ഓൺ കാലിൽ നിന്നുകൊണ്ട്, അതായത് നമ്മുടെ സ്വന്തം സ്ട്രെങ്ത് ഉപയോഗിച്ച്, അതായത് നമ്മളതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മളെന്ന വ്യക്തിയാണ് അതിലേക്ക് ഏത് പാത്വേ. ഇവിടെ ആരും നമ്മുടെ പുറകെ നടക്കാറില്ല. സോ അത് നമ്മൾ തന്നെ ഒരു അർത്ഥമുള്ളതാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ തിയേറ്റർ നേഴ്സാണ്, ഞാനത് ഇഷ്ടപ്പെടുന്നു. ഞാൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാനത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ബ്രാഞ്ചസിലോട്ട് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ വരുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു നേഴ്സായി വർക്ക് ചെയ്യുന്ന ആ ഒരു വ്യക്തി ചിലപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഞാനിത് എൻ്റെ മാനേജറിനോട് പറയുമ്പോൾ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ നമ്മൾ തുറന്ന് പറഞ്ഞാലേ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ലീഡ് ചെയ്യാൻ പറ്റുമോ. കാരണം ഇവിടെ കൗൺസിലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഗുഡ് ടീം വർക്കുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ടീമിൽ നമ്മൾ സ്വയം സ്റ്റാൻഡ് ഔട്ടായി നിന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡപ്പ്, അത് നമുക്ക് വേണ്ടി നമ്മൾ നിന്ന് സംസാരിച്ചാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇനിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാമിലിയുടെ ബേസിസിലാണ് ഞാൻ ചോദിക്കുന്നത്. ചേച്ചി പറഞ്ഞിരുന്നു വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് 2 കുഞ്ഞുങ്ങളാണ്. മൂത്തയാളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആൻഡ് ആളെന്താണ്, എത്ര പ്രായമാണ് പുള്ളി, എങ്ങനെയാണ്? ഇളയ ആൾ എനിക്കൊരു മോനാണ്. അത് ഞാൻ നേഴ്സായി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ്, അതായത് ആദ്യത്തെ ആൾക്ക് എനിക്ക് റെസ്റ്റ് ഹോമിലെ സപ്പോർട്ടും എൻ്റെ റെസിഡൻസ് എനിക്ക് നൽകിയ സ്നേഹമാണെങ്കിൽ, രണ്ടാമത്തെ ആൾ ശരിക്കും പറഞ്ഞാൽ കടന്നു പോയത് എൻ്റെ ഹോസ്പിറ്റൽ ലൈഫിൽ ആണ്. ആളെ ഞാൻ ക്യാരിങ് ആയി. അതായത് ആ ഒരു ത്രൂ ഔട്ട് പ്രഗ്നൻസി എൻ്റെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നെ കേട്ടു. അല്ലെങ്കിൽ നമ്മളാദ്യം കൺസീവ് ആകുമ്പോൾ ഇവിടുത്തെ പ്രോസസ്സ് വളരെ വ്യത്യസ്തമാണ്. നാട്ടിലെ പോലെയല്ല. നമ്മൾ മിഡ് വൈഫിൻ്റെ ലെറ്റർ വേണം. നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവരും നേഴ്സുമാരുമായിട്ടുള്ള. പക്ഷേ ന്യൂസിലൻഡിൽ വരുമ്പം അതിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മിഡ് വൈഫ് നേഴ്സിങ് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അതായത് പീഡിയാട്രിക് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ മാത്രമല്ല, അമ്മയും കുഞ്ഞും കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതൊരു മെറ്റേണിറ്റി നേഴ്സിങ്, ഗൈനക്കോളജി. അതിനെ ഇവിടെ നമ്മളൊരു ബ്രാഞ്ചായിട്ട് നമ്മൾ പറയുന്നത് മിഡ് വൈഫറിയാണ്. അങ്ങനെ തന്നെ ഉണ്ട് അതിനൊരു ബ്രാഞ്ച് നേഴ്സിങ്ങിൽ. പിന്നെ നിങ്ങൾക്ക് അതിലും ഡോക്ടറേറ്റും MSc PG ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ ലെവലിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ആവുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ തിയേറ്ററിൽ എൻ്റെ ഈ ഒരു ത്രൂ ഔട്ട് പ്രഗ്നൻസി എനിക്ക് കിട്ടിയ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ നമ്മുടെ റെസിഡൻസ് ആണെങ്കിൽ ഇവിടെ എൻ്റെ ലൈഫ് പേഷ്യൻസ്, അതായത് സർജറിക്ക് വരുന്ന പേഷ്യൻറ്റിൽ നിന്നാണ് ഞാൻ ആ ഒരു എനർജിയും ആ ഒരു കെയറിങ്ങും എനിക്ക് കിട്ടിയത്. എൻ്റെ കുഞ്ഞിന് ഇന്ന്
ഒമ്പത് മാസമായി. ഞാനൊരു ബ്രസ്റ്റ് ഫീഡിങ് മദറാണ്. അതുപോലെ തന്നെ എൻ്റെ ജോലി ഞാൻ ഫുൾ ടൈം ആയിട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദർ എന്നുള്ള നിലയിലും ഒരു ഫുൾ ടൈം ജോബ് ചെയ്യുന്നു ആസ് എ നേഴ്സ്. അതൊട്ടും എളുപ്പമല്ല. ലൈക്ക് ഫാമിലി ലൈഫും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊരു ചെറിയൊരു കാര്യമല്ല. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് തിങ്. ഓൾസോ ലൈക്ക് ചേച്ചി പറഞ്ഞ പോലെ ഇപ്പം വർക്ക് കൾച്ചറിൽ ചേച്ചിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് നമ്മുടെ രണ്ടാമത്തെ ആളുണ്ടായപ്പോഴാണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ആൻഡ് എഫേർട്സ് ആണ് അവർ നൽകിയിരുന്നത്. ഓൾസോ ലൈക്ക് വർക്ക് കൾച്ചർ എങ്ങനെയാണ് ഇവിടുത്തെ? എനിക്കത് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. വർക്ക് കൾച്ചറിലോട്ട് നമ്മൾ കടക്കുമ്പം നമ്മൾ സ്പെഷ്യലി ഒരു പ്രഗ്നൻ്റ് ആയിട്ട് നമ്മളൊരു ഒരു ജേണിയിലൂടെ കടന്നു പോകുമ്പം ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതായത് നമ്മുടെ ആ ഒരു ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു വർക്ക് കൾച്ചറിന് ഉപരിയിൽ ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യണം. കാരണം ഞാനൊരു അമ്മയായി നിൽക്കെ ഞാൻ എൻ്റെ രോഗികളെ കാണുന്ന അതേ ഒരു സീരിയസോടുകൂടി തന്നെ ഞാൻ എന്നെയും എൻ്റെ ഉള്ളിലെ കുഞ്ഞിനെയും കരുതി. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ ഹെൽപ്പ് കൂടുതൽ ആവശ്യപ്പെടും. അത് ഇറ്റ്സ് ഓക്കെ, നമുക്ക് പോസ് ചെയ്യേണ്ടടുത്ത് നമുക്ക് പോസ് ചെയ്യാം. കാരണം നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മുടെ കൂടെ ഉള്ളവർക്ക് അറിയാം. സോ അവർ മോസ്റ്റ്ലി എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. സോ നിങ്ങളും ഇപ്പോൾ എന്നെ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ഗർഭിണികളാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ IVF ട്രീറ്റ്മെൻറ്റ് എടുത്തവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ അതായത് പ്ലാൻ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ക്യാരിയിങ് ആയിരിക്കാം. പക്ഷേ നിങ്ങളെ സെൽഫ് കെയർ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ഒരു കൾച്ചർ നിങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്. അതല്ലാതെ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങൾ ഇന്നത് ചെയ്യണം, കാരണം അവർക്കറിയില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പോൾ നമ്മൾ ആ ഒരു തുറന്നു പറയുന്നതിലൂടെ മാത്രമേ അവർക്കൊരു ഗുഡ് ഡിസിഷൻ മേക്കിംഗ് എടുത്ത് നമുക്ക് പോസ് ചെയ്യേണ്ടടുത്ത് പോസ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ അവരോട് ഹെൽപ്പ് ചോദിക്കുക. നമ്മൾ ആ ഒരു ഹെൽപ്പ് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അവരെ വെറുപ്പിക്കാനാവരുത്. നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഈസി വേ നമ്മൾ ഒരാളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമുക്ക് മിക്ക കാര്യങ്ങളും, അതായത് ചിലപ്പോൾ പേഷ്യൻ്റ് ഹെവി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് പുഷ് ചെയ്യുമ്പോൾ പാടായിരിക്കാം. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു പ്രഷർ നിങ്ങൾ അനുഭവിക്കുമ്പം മാക്സിമം നിങ്ങളുടെ ആ ഒരു ടീം ബ്രീഫ്, രാവിലെ നിങ്ങൾക്ക് ടീം ബ്രീഫ് ഉണ്ട്. അത് ഏത് പ്രൊഫഷനാണെങ്കിൽ പോലും ഹാൻഡ് ഓവർ ടൈം ഉണ്ടാവും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അവരോട് പറഞ്ഞ് അത് മാനേജ്മെൻറ്റിനെ അറിയിച്ച് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾ തേടണം. അതുപോലെ തന്നെ ഈ ഒരു ജേർണി വളരെ ബ്യൂട്ടിഫുള്ളാണ്. കാരണം മറ്റുള്ളവരുടെ ഹെൽപ്പ്, അതുപോലെ തന്നെ നമ്മളത് റിയലൈസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി അത് ടു മച്ച്. അതായത് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് നമുക്കറിയാമോ, നമ്മൾ ഉള്ളിലെ അമ്മ, അതായത് നമ്മളൊരു നേഴ്സായിട്ടല്ല അവർ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു നേഴ്സ്, ഒരു മദർ എന്നുള്ള രീതിയിലും ആൾക്കാരെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ജേർണി മാക്സിമം എൻജോയ് ചെയ്യണം. അല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്താതെ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ട് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് ആ ഒരു കൾച്ചർ. ചേച്ചി പറഞ്ഞ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് ചേച്ചിയുടെ പ്രഗ്നൻസി ആണെങ്കിലും കഴിഞ്ഞു പോയത്. സോ ലൈക്ക് ഇപ്പം വർക്ക് കൾച്ചർ നമ്മൾ ഇത്രയും സംസാരിച്ചു. ലൈക്ക് ആസ് എൻ ഇൻ്റർനാഷണൽ നേഴ്സ് ചേച്ചിക്ക് കെയർ ചെയ്യപ്പോൾ ഇവിടെ ഈ പല കൾച്ചറുമായിട്ടാണ്, ലൈക്ക് മൾട്ടി കൾച്ചറലാണ്. ഐ എം സെയിങ് ലൈക്ക് ഏഷ്യൻസ്, പിന്നെ ഇവിടുത്തെ ആൾക്കാർ കിവീസ്, പല കൾച്ചറുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഇതിനിടയ്ക്ക് വല്ല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എതിരെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നപ്പം എന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ആരോ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയൊരു കോൺഫ്ലിക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷേ അത് പലതും നമുക്കങ്ങനെ നമ്മുടെ ജേർണിയിൽ നമുക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്കത് പറയുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം നമ്മൾ ബുദ്ധിമുട്ടുകൾക്ക് മുമ്പേ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ജോലിയിൽ നമ്മൾ നല്ല ഫ്രണ്ട്സിനെ കീപ്പ് ചെയ്യുക.
അതാണ് കാരണം നമുക്ക് തല്ലുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് പ്രൊഫഷണൽ വേയിലായിരിക്കണം. അല്ലാതെ നമ്മൾ ഹായ് എടി പൊടി അങ്ങനത്തെ സ്റ്റിൽ നമുക്ക് വേണം. പക്ഷെ ഒരു നേഴ്സായി അല്ലെങ്കിൽ നമ്മൾ ആ രാവിലത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു 8 hour ജോബിൽ നമുക്ക് ഫ്രണ്ട്സുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു പ്രൊഫഷണൽ വേയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മളൊരു വെസ്റ്റേൺ കൺട്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണേൽ നമ്മുടെ ഓൺ ലാംഗ്വേജിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണേൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യണേ നമ്മൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുക. അതും നമ്മൾ മാറി മറിഞ്ഞ് നിൽക്കാതെ, അതായത് നമ്മൾ അവരുടെ മുന്നിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആകുക. അല്ലാതെ നമ്മുടെ ലാംഗ്വേജിൽ ഇപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റൂഡാണ്. സോ അത് ഈ കോൺഫ്ലിക്റ്റിലോട്ട് എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഫ്രണ്ട്ഷിപ്പ് പറയാൻ ആഗ്രഹിച്ചത്, പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മളെ വാല്യൂ ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള ആൾക്കാർ, ഇല്ലേ? ഫ്രണ്ട്സ് തന്നെ പലതരത്തിലുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നേടാനുള്ള ഫ്രണ്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവാം. പക്ഷേ അവരിൽ പലരും എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ 2 ടൈപ്പിലുള്ള ഫ്രണ്ട്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡാണേലും എന്നെ അറിയുന്നവരാണേലും പറയും, എന്തിനാണ്, അതായത് നിന്നെ വാല്യൂ ചെയ്യാത്ത ഒരാളുടെ മുന്നിൽ പിന്നെയും പിന്നെയും നീ ബെഗ് ചെയ്യാൻ പോകുന്ന എന്തിനാണ്, നിന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ശരിയാണ്, പക്ഷേ ഒരു സമയം കഴിഞ്ഞ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ വളരെ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ പ്രഗ്നൻസി ഹോർമോൺ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർ പോസ്റ്റ് ഡെലിവറിയിൽ നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടും നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളാണോ ശരിക്കും ബെഗ് ചെയ്ത് അവരുടെ പുറകെ പോയത്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് മാത്രമാണോ ഒരു കോൺഫ്ലിക്റ്റ് നടക്കാറുള്ളത്. പിന്നെ കോൺഫ്ലിക്റ്റിലോട്ട് പൂർണ്ണമായിട്ട് ഞാൻ ചൂണ്ടുകയാണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിൻ്റെ മെയിൻ റീസൺ. ഒന്നെങ്കിൽ എന്താ പറയുക, ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് നമ്മളെക്കാട്ടിൽ മുന്നിലെത്തുക, അതിന് അവർ കണ്ടുപിടിക്കുന്ന ഒരു വഴി കോൺഫ്ലിക്റ്റ് ആവാം. അല്ലെങ്കിൽ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിനിടയിലുള്ള ചിലപ്പോൾ ജലസ് ആവാം, നമുക്ക് അതറിയില്ല. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പ്രൊഫഷണൽ വേയിൽ തന്നെ നമ്മൾ അതായത് ആ യൂണിഫോം നമ്മുടെ ദേഹത്ത് വീണാൽ നമ്മളൊരു നേഴ്സാണ്. പക്ഷേ ആ ഒരു അവർ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് ബാക്ക് ടു നോർമൽ. പക്ഷേ അതുവരെ നമ്മൾ നമ്മുടെ മുന്നിലുള്ള പേഷ്യൻ്റ് ലൈഫ് വെച്ചാണ് നമ്മൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ജേർണിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് പിന്നെയും ഫ്രീ ടൈം ഉണ്ട്, അതായത് ആഫ്റ്റർ വർക്ക് നമുക്ക് ഫാമിലി ടൈം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ മാക്സിമം ക്ലാരിറ്റി കൊടുക്കുക. അതായത് എന്താണ് അവിടെ സംഭവിച്ചത്. ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം, അവർക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നമുക്കപ്പോൾ ഫ്ലോറിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹയർ അതോറിറ്റിയെ അറിയിക്കുക. ആ ഒരു ബെസ്റ്റ് കൾച്ചറാണ് ന്യൂസിലൻഡിൽ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലാണേലും അത് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹൈ പ്രഷറോട് കൂടി ആ ത്രൂ ഔട്ട് ഡ്യൂട്ടി നമ്മൾ ഫിനിഷ് ഓഫ് ചെയ്യണം. പക്ഷേ ഈ ഒരു ന്യൂസിലൻഡ് അല്ലെ ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമ്മൾ ആ ഒരു ഹൈ പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് എടുക്കാം, നമുക്ക് പോസ് ചെയ്യാം, അല്ലെ നമുക്കൊരു എന്താ പറയുക ടീ ബ്രേക്കിന് പോയി നമുക്ക് ഇത്ര മണിക്കൂറത്തേക്ക് വേറൊരാളെ സ്വാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ അത് അക്സെപ്റ്റബിളാണ്. പക്ഷേ ഇന്ത്യ, അല്ലെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, കാരണം ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന നേഴ്സാണ്. എനിക്കറിയാം എത്രമാത്രം അല്ലെ ഡോക്ടേഴ്സ് ഡിമാൻഡിങ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം ആ ഹെൽത്ത് കെയർ സിസ്റ്റം ടൈറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഓരോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ഭയങ്കര ഡിമാൻഡിങ് ആണ്. ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കമ്പാരിസൺ. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഇന്ത്യയിലാണ്, ഇപ്പോഴാണ് ഞാൻ ന്യൂസിലൻഡിലെ റെസിഡൻ്റ് ആയത്. പക്ഷേ എന്നാലും ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീഡം, അതെന്ന് പറഞ്ഞ് ഇന്ത്യൻ നേഴ്സസിന് ഫ്രീഡം ഇല്ല എന്നുള്ളതല്ല, പക്ഷേ അന്ന് അവിടുന്ന് കിട്ടിയ ഹൈ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു കടന്നു പോയ വഴികളാണ് എന്നെ ഇന്ന് ഞാനായി ഇവിടെ മോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ആ ഒരു അത്രയും പ്രഷർ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എനിക്ക് തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു ടൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഇല്ലായ്മ, നമുക്കിപ്പം സ്വന്തമായിട്ടൊരു ഡിസിഷൻ അവിടെ എടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ സിസ്റ്റം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെളിനാട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ റിലാക്സ് ആവും, ആൾക്കാർക്ക് ഇഷ്ടമാവും. പൈസ മാത്രമല്ല, നമ്മൾ നമ്മുടെ എന്താ പറയുക പ്രൊഫഷനെ സ്നേഹിച്ചു തുടങ്ങും. അന്ന് ഒരിക്കലും അത് പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ നമ്മൾ ഇവിടുത്തെയും അവിടുത്തെയും വ്യത്യാസമാണ് ആഷ്മി എന്നോട് ചോദിച്ചത്. അപ്പോൾ എന്നിലെ വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ അതായിരിക്കണമെന്നില്ല.
എൻ്റെ മാത്രം കാഴ്ചപ്പാടിൽ അവിടെ എന്താണ് ഡോക്ടേഴ്സിൻ്റെ ഡിസിഷൻ മാത്രം പ്രൈമറി, നഴ്സുമാർക്ക് അതിനുള്ള ഫ്രീഡം ഇല്ല, അല്ലെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലും അവരെ ചിലപ്പോൾ വഴക്ക് പറയുന്ന രീതി. പക്ഷേ അത് ബാക്ക് ടു ന്യൂസിലൻഡിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ റൈറ്റ്സ് ഉണ്ട്. അതാണ് നമ്മുടെ കോമ്പിറ്റൻസി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ കോമ്പിറ്റൻസി, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ നേഴ്സ്, ഒരു ഓവർസീസ് നേഴ്സ് ഇവിടെ വരുമ്പോൾ പഠിക്കുന്ന ആ ഒരു ഹെൽത്ത് കെയർ, അതാണ് എന്താണ് നമ്മൾ പേഷ്യൻറ്റിനെ കുറിച്ച് അറിയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ കൾച്ചർ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അതാണ് അവരുടെ കോമ്പിറ്റൻസിയിലൂടെ ഓരോ ഓവർസീസ് നേഴ്സിനെയും അവർ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതുവഴി നമുക്ക് ഈ ഒരു എന്താണ് ലാംഗ്വേജ് ബാരിയർ ആണെങ്കിൽ പോലും അവരുടെ കൾച്ചർ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം നമ്മൾ അവർക്കൊരു അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കണം, നമ്മൾ അവരുടെ നേഴ്സ് ലീഡായിട്ട് നിൽക്കണം, നമ്മൾ അവരുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വെസ്റ്റേൺ നേഴ്സിങ്ങിൽ എന്നെ ക്യാച്ച് ചെയ്ത് എനിക്ക് വീണ്ടും വീണ്ടും എനിക്ക് സ്വയം ഉയരണം, അതായത് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എനിക്ക് ഉയരാൻ പറ്റും. അപ്പം നമ്മൾ ആ ഒരു എന്താ പറയുക ഇൻസൈറ്റ്, നമുക്ക് ആ ഒരു തെളിച്ചം നമ്മുടെ മനസ്സിലുണ്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ് ന്യൂസിലൻഡിൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ ഓരോ രാജ്യത്തിനും ഉണ്ടാവാം. പക്ഷെ ഞാൻ ഇപ്പോൾ UK-ലോ അയർലൻഡിലോ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ അറിയത്തില്ല. പക്ഷെ ന്യൂസിലൻഡ് ചോദിക്കുമ്പോൾ ഇതാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള വ്യത്യാസമെന്ന് എനിക്ക് 100% ഉറപ്പോടെ എൻ്റെ കാഴ്ചപ്പാടിലൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. പക്ഷേ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ വ്യത്യാസമായിരിക്കാം. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെയാണ് ഒരു എന്താ പറയുക ചലഞ്ചസ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഒരു ന്യൂസിലൻഡ് ഹെൽത്ത് കെയർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഓരോരുത്തരുടെയും ഡൗട്ടാണ്, ലൈക്ക് നമ്മൾ അബ്രോഡ് വരുമ്പോൾ ലൈക്ക് പല കൾച്ചേഴ്സുമായിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. പല കൾച്ചേഴ്സ് വരുമ്പോൾ ഇപ്പം വർക്കിംഗ് കൾച്ചറിൽ തന്നെ പല പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ, ഇറ്റ്സ് മൾട്ടി കൾച്ചറൽ. സോ അങ്ങനെ വരുമ്പോൾ വളരെയേറെ ലൈക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വേർഡാണ് റേസിസം. ലൈക്ക് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്, ചിലർക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം പല പല രീതിയിലാണ് അവരുടെ വർക്ക് കൾച്ചറും ഓരോ ഇതും. ഇപ്പം സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് തന്നെയാണെങ്കിലും. സോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ചേച്ചിക്ക് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ആസ് ലൈക്ക് ബുള്ളിയിങ്, റേസിസം എന്നൊരു ടേമിനെ പറ്റിയിട്ട്? ആഷ്മി പറഞ്ഞ പോലെ ബുള്ളിങ്, അല്ലെങ്കിൽ എന്താ പറയുക ടീസിങ് അറ്റ് വർക്ക്, അതാണല്ലോ നമ്മൾ വേറൊരു സിമ്പിൾ ടേമിൽ പറഞ്ഞാൽ അല്ലേ. പക്ഷേ ഇപ്പം ന്യൂസിലൻഡിൽ മാത്രമല്ല, നമ്മൾ ലോകത്തെ ഏത് സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ പോയാലും, പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു രാജ്യത്തിൻ്റെ ആളല്ല നമ്മളെങ്കിൽ, നമ്മൾ വെളിനാട്ടിൽ അല്ലെങ്കിൽ ഓവർസീസ് നേഴ്സായിട്ട് നമ്മൾ അവിടെ അറിയപ്പെടുമ്പോൾ അത് നമ്മളത് എന്താ പറയുക അങ്ങനെ നമ്മളതിന് നിന്ന് കൊടുക്കണം എന്നുള്ളതല്ല, പക്ഷെ നമ്മളത് മനസ്സിൽ കരുതണം. കാരണം നമ്മളെ അവർ പെട്ടെന്ന് വെൽക്കം ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ന്യൂസിലൻഡ് പോലുള്ള രാജ്യത്ത് നമ്മൾ ആൻറ്റി ബുള്ളിങ് ഡേ, അതായത് പിങ്ക് ഡേ ആയിട്ടൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അതായത് നീ നിൻ്റെ ബെസ്റ്റ് ചെയ്താലും നീ അവിടെ വിലമതിക്കപ്പെട്ടവനല്ല, അല്ലെങ്കിൽ വിലമതിക്കപ്പെട്ടവളല്ല എന്ന് പലപ്പോഴും അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നമ്മളെ ചെറുതാക്കി കാണുമ്പോൾ ആ ഒരു വേദനയാണ്. അത് ശരിക്കും പെയിൻ അല്ലേ, അതൊരു ഹേർട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി. നമ്മൾ ആ ഫീലിങ്ങിൽ നിന്ന് ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാരല്ല. കാരണം അതിനെയാണ് ഈ ബുള്ളിങ് എന്നും, അല്ലെങ്കിൽ അവൾ എന്നെ ടീസ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ടേമിനോട് നമ്മൾ പ്രതികരിക്കേണ്ട സമയമാണിതിപ്പോൾ. കാരണം നമ്മൾ ഇത്രയും, അതായത് നമ്മുടെ ലാംഗ്വേജ് ഇപ്പം മലയാളം ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് വേറൊരു രാജ്യത്തേക്ക് എത്തുന്ന എന്തിനാണ്? അവരെ നമ്മൾ സെർവ് ചെയ്യുകയാണ് അല്ലേ. കാര്യം നമ്മൾ രണ്ടാമതൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ലാംഗ്വേജിലൂടെ നമ്മൾ അവരുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അതായത് നമ്മൾ അത്രയും എന്താ പറയുക നമ്മൾ അത്രയും സ്ട്രെസ് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബെസ്റ്റ് എവറി ഡേ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അവിടെ ചെറുതാക്കപ്പെടുമ്പോൾ അതിനോട് നമ്മൾ പ്രതികരിക്കണം. കാരണം അതാണ് നമ്മുടെ റൈറ്റ് ടു സ്പീക്ക് അപ്പ്. അതായത് ന്യൂസിലൻഡ് എന്താണ് നമ്മുടെ ആ ഒരു നേഴ്സിംഗ് കൗൺസിൽ നമ്മൾ പഠിക്കുന്ന കോമ്പിറ്റൻസിയിൽ നമുക്കുമുണ്ട്, നേഴ്സസിനുമുണ്ട് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് സ്വരമുയർത്തേണ്ടത് എന്ന് നമ്മളെ ഇവിടെ ലീഗലായിട്ട് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അന്നും പറഞ്ഞ് ഇതൊരു ഫൈറ്റിലോട്ടോ അങ്ങനെയുള്ള രീതിയിൽ എത്തിക്കാനല്ല. പക്ഷേ ഈ ഒരു പിയർ പ്രഷർ, അതായത് നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര വേദനയാണ്. ഇപ്പം ആഷ്മി എന്നോട് ചോദിച്ച പോലെ എനിക്കത്
ഫേസ് ചെയ്തിട്ടുണ്ടോ? പക്ഷേ എനിക്കത് ബുള്ളിയിങ് ആയിട്ട് ഫേസ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ നമ്മളൊരു ടീ റൂമിൽ അല്ലെ നമ്മളൊരു ബ്രേക്കിനിരിക്കുമ്പോൾ ഇപ്പം ഒരു ആവശ്യമില്ലാതെ ആയിരിക്കും ചിലപ്പോൾ നടന്നു പോകുമ്പോൾ നീ ഒരു പണിയെടുക്കുന്നില്ല, നീ ചായ കുടിച്ച് നടക്കുക പക്ഷേ അതൊക്കെ ഒരു സോർട്ട് ഓഫ്, അതായത് നമ്മുടെ കോൺഫിഡൻസ്. കാരണം നമ്മൾ ടീ റൂമിലിരുന്ന് നമ്മൾ തമാശ പറയുന്നതായിരിക്കാം, പക്ഷേ നമ്മുടെ അപ്പുറത്തിരുന്ന് കേൾക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ സർജന്മാരായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ റെപ്പുകളായിരിക്കും, അതായത് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഇപ്പോൾ സർജറിക്ക് സാധനങ്ങൾ തരുന്നവരാവട്ടെ. അപ്പോൾ ഒരു ടീ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു ഏരിയ ആണ്. ബുള്ളിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണലി അല്ലെ വർക്ക് പ്ലേസ് ബുള്ളിങ് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ ഒരു എന്താ പറയുക, നമ്മൾ ആ സോർട്ട് ഓഫ് ബിഹേവിയർ ആണ് ആക്ച്വലി നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഏരിയയിൽ നിന്ന് എടുത്തു കളയേണ്ടത്. ഇന്ന് ആൻറ്റി ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പ്ലേസിൽ അല്ലെ പേഷ്യൻറ്റിനോട് ദേഷ്യപ്പെടുന്നു, അല്ലെ പേഷ്യൻറ്റ് നമ്മളോട് ദേഷ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട്. പക്ഷേ ആക്ച്വലി അതിൻ്റെ ഒരു അവയർനെസ് നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ കളർ വെച്ച് നമ്മളെ തരം താഴ്ത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ റിലിജിയൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലാംഗ്വേജ്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോടാണെങ്കിലും എനിക്ക് ഈ കൂടെ തന്നെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് എന്ന് പറയുന്നത്, നമ്മൾ ഈ ബുള്ളിയിങ്ങിൽ പലപ്പോഴും ഈ ഇൻ്റർനാഷണൽ നേഴ്സസിൽ ഇപ്പോൾ വരുന്ന അല്ല ഇനിയും പഠിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ഇനിയും ഓവർസീസിൽ നിന്ന് വരാനിരിക്കുന്ന കുട്ടികളോട് നിങ്ങൾ സെൽഫ് കെയർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ വെളിനാട്ടിൽ വരുമ്പോൾ നമ്മൾ ഫീൽ ഫ്രഷ്, സ്മെൽസ് ഗുഡ്. എനിക്കറിയില്ല എത്രമാത്രം ആൾക്കാർക്ക് അതിൽ അവയർനെസ് ഉണ്ട്. കാരണം എനിക്ക് ബുള്ളിയിങ് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യമെങ്കിലും എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതായത് ടീ റൂം, അല്ലാതെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഇൻറ്റേർണലി ആ ഫ്രണ്ട്ഷിപ്പ് ബേസിൽ മാത്രമേ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ പക്ഷേ അത് ചിലപ്പോൾ സങ്കടമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ അവരോട് തിരിച്ച് ദേഷ്യപ്പെട്ടാണെങ്കിലും റിയാക്ട് ചെയ്ത് ഞാനത് അവിടെ സോൾവ് ചെയ്യും. പക്ഷേ പുറത്തുനിന്ന് വരാനിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം എന്താണ് ഒരു ഡ്യൂട്ടിക്ക് വരുമ്പോൾ നല്ല ഡിയോഡ്രൻ്റ് അടിക്കുക. അതായത് ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക് അത് താങ്ങണമെന്നില്ല. ഇവിടെയുള്ള കൾച്ചർ എന്ന് വെച്ചാൽ അവർക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ അവർ തുറന്നടിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ നിങ്ങൾ ആ സംസാരങ്ങളെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതൊരു ബുള്ളിയിങ് അല്ല. അതിനെ പലപ്പോഴും ഇവിടെ ആൾക്കാർ ബുള്ളിയിങ് ആയിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്. ചേച്ചി ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന, പ്രത്യേകിച്ച് ഈ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പിള്ളേർ എന്നോട് അങ്ങനെ സംസാരിച്ചു. പക്ഷെ നമ്മൾ അങ്ങനെ സംസാരിക്കാൻ ഒരു ഇടവരുത്തരുത്. കാരണം അതും നാളെ നിങ്ങളുടെ ജോലി അല്ലെ നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നന്നായി പെർഫ്യൂം അടിക്കുക, എന്താണ് പറയുക, അത് പേഷ്യൻറ്റിന് വേണ്ടിയല്ല, നമുക്ക് സ്വയം ഒരു സെൽഫ് കോൺഫിഡൻസ് തരാനും, അതായത് നമ്മൾ ആ ഒരു സമൂഹത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ നമ്മളെ മാറ്റി നിർത്തരുത്. ഇത് ജസ്റ്റ് ഒരു അഡ്വൈസ് മാത്രമാണ്. നിങ്ങളങ്ങനെ ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ അറിവില്ലായ്മ ഉള്ളവരുടെ ഒരു അറിവിലേക്ക് ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. നല്ല മേക്കപ്പ് ഇടുക. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എറിച്ച് നിൽക്കുന്ന മേക്കപ്പ് അല്ല, ബട്ട് സ്റ്റിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രസൻസ്, അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെ അല്ലാതെ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ആൾക്കാർ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അവർ റെസ്പെക്റ്റ് ചെയ്യും. സോ ആൻറ്റി ബുള്ളിങ്ങിലോട്ട് ഞാൻ അതിനകത്ത് ഒരു പോയിൻ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം ആ സോർട്ട് ഓഫ്, അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ പേഴ്സണാലിറ്റീനെ ചോദ്യം ചെയ്യുന്നതും ആൻറ്റി ബുള്ളിങ്ങിൻ്റെ അതായത് ബുള്ളിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ എത്രമാത്രം നിങ്ങളിലെ ഒരു പേഴ്സണെ ഇവർ വിലമതിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അറിയേണ്ടതാണ് ഒരു ക്ലാരിറ്റി കൊടുക്കുക, അറിയേണ്ടതാണെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ജസ്റ്റ് മൂവ് ഓൺ ഫ്രം ദെയർ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രീഡം ഉണ്ട്. അല്ലാതെ നിങ്ങൾ ആൻറ്റി ബുള്ളിങ് ആണ്, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഞാൻ ഒട്ടും സേഫ് അല്ല. നമ്മൾ വർക്ക് പ്ലേസിൽ സേഫ് ആയിട്ടിരിക്കുക, റെസ്പെക്റ്റ് ആയിട്ടിരിക്കുക. അതൊരിക്കലും ഒരു ലക്ഷറി ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ബേസിക് റൈറ്റ് ആണ്. സോ എവരി വൺ നീഡ് ടു മേക്ക് ഷുവർ, അതായത് നമ്മൾ സേഫ് ആയിരിക്കണം. നമുക്ക് കിട്ടേണ്ട, ഒരിക്കലും നമുക്ക് റെസ്പെക്റ്റ് ബെഗ് ചെയ്ത് മേടിക്കാൻ പറ്റില്ല. സോ നമ്മളിലെ ഹ്യൂമൻ ബീയിങ് നമ്മളായിരിക്കുക. അത് പ്രോപ്പറായിട്ട് പേഷ്യൻ്റ് കെയറിൽ ഡെലിവറി ചെയ്യുക. അവർ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു നല്ലൊരു എന്താണ് റിവാർഡെന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പൈസ കൊണ്ടൊന്നും തരണം, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പറയാം. അത് നമ്മളങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പൈസ കൊണ്ട് തരുന്നതാണ്
ഒരു റെസ്പെക്റ്റ് എന്നുള്ളതല്ല, അവർ തരുന്ന ഒരു താങ്ക് യു അല്ലെങ്കിൽ അവർ തരുന്ന ആ ഒരു എന്താ പറയുക നന്ദി പ്രകാശനം, അത് നമ്മളെ സ്വയം സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ നമ്മളെ എന്താ പറയുക നമ്മളെ ഇഷ്ടമില്ലാത്ത ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടാവുക, അത് കുറേയൊക്കെ അങ്ങ് വിട്ടുകളയുക, ഇഗ്നോർ ചെയ്യുക. അല്ലാതെ ബുള്ളിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വയം ഡെസ്പ് ആവാതെ നമ്മൾ നമ്മുടെ സ്വന്തം കാലയിൽ നിന്ന് ഉയർന്നു കാണിക്കുക. അതാണ് എനിക്ക് ഈ ബുള്ളിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടീസിങ് ഒക്കെ നമ്മുടെ മുന്നിലിരുന്ന് നമ്മളോട് ചെയ്യുന്നവരോട് നിങ്ങൾക്ക് തിരിച്ച് കാണിക്കാൻ പറ്റുന്നത് എന്ന് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ മുന്നിൽ അതായത് പറയാൻ ശ്രമിച്ചു, അത്ര തന്നെ. അപ്പോൾ ബീങ് എ മദർ, ലൈക്ക് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് ബീങ് എ ബ്രസ്റ്റ് ഫീഡിങ് മദർ, ഇപ്പം ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നഴ്സുമാർക്ക് ലൈക്ക് പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ അങ്ങനെ പല പല ഇഷ്യൂസ് ഉള്ള ഒരു ടൈമാണിത്. അപ്പം പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. അവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ കേൾക്കുന്ന ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് മദേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ആരും കാണാതെ പോകുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെ ആരെങ്കിലും കാണാതെ പോകുന്നുണ്ടെങ്കിൽ എനിക്കറിയാം എത്ര പവർഫുള്ളാണ് നമ്മൾ. കാരണം അതായത് നിങ്ങളെ മറ്റുള്ളവർ കാണണമെന്നുള്ളതല്ല, നിങ്ങളെ എനിക്ക് മനസ്സിലാവും. കാരണം ഇന്ന് ഞാൻ ആ ഒരു ഇതിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന എനിക്ക് നിങ്ങളുടെ അമ്മേനെ, നിങ്ങളുടെ നേഴ്സിനെ, കാരണം നിങ്ങൾ വീട്ടിലെ അമ്മയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയാണ്, നിങ്ങൾ അവിടെയാണ് നിങ്ങളുടെ അമ്മ. പക്ഷേ അതേ കെയർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻസിന് നൽകുന്നത്. കാരണം അത്രയും സൂക്ഷ്മതയോടെയാണ് നിങ്ങൾ നിങ്ങളുടെ രോഗികളുടെ മുന്നിൽ എത്തുന്നത്. യു ആർ എ റോൾ മോഡൽ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മോർ ദാൻ എ റോൾ മോഡൽ, യു ആർ വെരി പവർഫുൾ. അതാണ് ആസ് എ മദർ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ ആരും കാണാതെ പോകരുത്. അന്നും പറഞ്ഞ് സാധാരണ നേഴ്സുമാർ വർക്ക് ചെയ്യുന്നില്ല, പവർഫുൾ അല്ല എന്നല്ല. പക്ഷെ നമ്മൾ ഒരു നേരം 2 ജോലി ചെയ്യുന്നവരാണ്. ഒരു അമ്മയാണ്, നമ്മൾ ബ്രസ്റ്റ് ഫീഡുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് രാവിലെ എത്തുമ്പോൾ നമ്മുടെ പേഷ്യൻസിൻ്റെ ലൈഫ് ചേഞ്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ യു ഹാവ് ടു ബി ഹാപ്പി അല്ലേ. നമ്മൾ ആ ഒരു ബ്ലെസ്സിങ്സിനെ നമ്മൾ ഏറ്റെടുത്ത് നമ്മളായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക, മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാതെ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. ആർക്കും വേണ്ടി നമ്മളാവാതെ നമ്മുടെ പേഴ്സണാലിറ്റീനെ ആരും ചോദ്യം ചെയ്യാൻ അനുവദിക്കാതെ നമ്മൾ പവർഫുള്ളായി സ്റ്റാൻഡായി നിൽക്കുക, എപ്പോഴും സന്തോഷമായിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഓൾസോ ചേച്ചി ഇപ്പോൾ പറഞ്ഞ പോലെ എവ്രി സെൽഫ് റെസ്പെക്ട് ഇസ് ദ മെയിൻ തിങ്. ലൈക്ക് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരുടെ മുന്നിൽ താഴ്ന്നാണ് നിൽക്കുന്നത്. ലൈക്ക് ആ ഒരു സാഹചര്യം അല്ല, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഒരു എക്സ്റ്റെൻഡ് ഉണ്ട് അതിനും സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ചേച്ചിയോടുള്ള അതാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ. ന്യൂസിലൻഡ് എന്നല്ല അബ്രോഡ് കൺട്രീസിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ലൈക്ക് അവേർലി വേജസ് ആണ് നമുക്കിവിടെ. ലൈക്ക് ഇൻ എവറി ജോബ് ഞാൻ കേട്ടിട്ടുള്ളത് അവേർലി വേജസ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി? ലൈക്ക് ഈ അവേർലി വേജസ് വെച്ചിട്ട് ആസ് എൻ എക്സ്പീരിയൻസ്ഡ് നേഴ്സ് നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോഴാണെങ്കിലും എല്ലാവർക്കും ഇവിടെ കോപ്പ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ എക്സ്പെൻസസ് ഭയങ്കര ഹൈ ആണെന്നാണ് പൊതുവേ പറയുന്നതും. അതിൽ എന്തുമാത്രം സത്യമുണ്ടെന്നും ചേച്ചിക്ക് അത് കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴുള്ള കറണ്ട് ലൈഫിലൊന്നൊന്ന് പറയാം. ആഷ്മി ചോദിച്ച ചോദ്യം വളരെ വാലിഡായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇപ്പം ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഫാമിലിയായിട്ട് ആൾക്കാർ വരുമ്പോൾ അതായത് എക്സ്പെൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ അവർ വെളിനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ന്യൂസിലൻഡിലായിട്ട് എത്തുമ്പോൾ അവർക്ക് ഇവിടെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ സാലറി ഇനഫാണോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ മാത്രമുള്ള കാഴ്ചപ്പാടിൽ നിങ്ങൾ വരുമ്പോൾ മാക്സിമം ഫാമിലിയായിട്ട് വരാതിരിക്കുക. കാരണം നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളായിട്ട് തന്നെയാണ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം നിങ്ങളുടെ കാര്യം ശരിയാണ്, നിങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒത്തിരി ഹെൽപ്പായിരിക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെയും കൂടെ ഡ്രാഗ് ചെയ്ത് ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ നിങ്ങൾ അവരെ ഇവിടെ എത്തിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ അവരും സ്ട്രഗിൾ ചെയ്യും, നിങ്ങളുടെ മക്കൾ സ്ട്രഗിൾ ചെയ്യും. പക്ഷേ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു 2-3 മാസം
ഫാമിലീനെ മാറ്റി നിർത്തി, ഇപ്പോൾ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നവരുണ്ടാവാം, അവരെ എവിടെ ജോലി ചെയ്യുന്നോ അവരെ അവിടെ തന്നെ ജോലി ചെയ്യാൻ വിടുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി നിങ്ങൾ സ്റ്റാൻഡായി നിങ്ങൾ നിങ്ങളുടെ റെസിഡൻസിക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ, നിങ്ങളിപ്പോൾ ഒരു നേഴ്സായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇവിടെ അപ് ടു ലെവൽ 7 വരെയാണ് ഒരു നോർമൽ നേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ലെവൽ 5-ൽ നിന്നായിരിക്കും നിങ്ങളുടെ സാലറി റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം, RN ലെവൽ 2-ൻ്റെ അപ് ടു 7 വരെയാണ് നമ്മുടെ ഗ്രേഡ്. അപ്പോൾ അത് നേഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറുമ്പം അതിൻ്റെ സാലറിയുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ലെവൽ 5-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീടിൻ്റെ റെൻറ്റ് കൊടുക്കണം, നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് എടുക്കണം. അങ്ങനെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങളിവിടെ കയറി നിങ്ങൾ ആദ്യത്തെ ഒരു 3 മാസം നിങ്ങളുടെ ആ ഒരു ഫൗണ്ടേഷൻ ആ ഒരു ബേസ് സ്ട്രോങ് ആക്കി കഴിഞ്ഞ് റെസിഡൻസ് കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുപോയോ, അപ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ അവർ വന്നു കഴിയുമ്പം അവർക്ക് നേരെ നിങ്ങളുടെ ആ ഒരു സൈഡിൽ നിങ്ങളുടെ മക്കൾ നാട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതായത് ആ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുമ്പം എന്തിനാണ് അവരെ ഇവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് നേടിയെടുത്തിട്ട് അവരെ ഒരു നല്ലൊരു ബ്രൈറ്റ്ഫുൾ ഫ്യൂച്ചറിന് അല്ലേ മുന്നിൽ കണ്ടല്ലേ എല്ലാവരും വരുന്നത്. അങ്ങനെ അവരെ ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങൾ ജീവിതം സ്റ്റാർട്ട് ചെയ്യുക. അതിലൂടെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഡ്രൈവിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒറ്റയ്ക്ക് വരുമ്പം നിങ്ങൾ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ വാലിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ് ടു 1 ഇയർ വരെ നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാം. അപ്പം ഇതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്, പലർക്കും അത് അത്ര അവെയർ ആയിരിക്കില്ല. അതായത് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഡ്രൈവിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം നല്ലതാണ്. പക്ഷേ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം നല്ലതാണ് സ്റ്റുഡൻസിന്. പക്ഷേ ഒരു ഫാമിലി ആയിട്ട് വരുന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഇതും ഫിനാൻഷ്യലി നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നമ്മൾ സാലറി മാത്രമല്ല, സാലറി കൊണ്ട് എനിക്കറിയാം നേഴ്സുമാർ ഇവിടെ ഹാപ്പിയാണ്, കാരണം വലിയ വർക്ക് ലോഡ് വന്നാലും അവർലി നമുക്ക് അത്രയും കിട്ടുമ്പം നമുക്ക് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരാൾ മാത്രം കോപ്പപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഫസ്റ്റ് നമ്മുടെ സ്റ്റാൻഡ്, അതായത് നമ്മുടെ ആ ഒരു ഫൗണ്ടേഷൻ, ആ ഒരു ബേസ് ഉറപ്പുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു കിട്ടുന്ന ശമ്പളത്തെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മാക്സിമം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അവിടെയും പിടുത്തം ഇവിടെയും പിടുത്തം, അതിലൊരു എൻജോയ്മെൻ്റ് ഇല്ല. നേരെ മറിച്ച് എല്ലാവരും ആ ഒരു കാര്യം മനസ്സിൽ ശ്രദ്ധിക്കുക. സാലറി വൈസ് നേഴ്സിൻ്റെ നല്ലൊരു പാക്കേജ് ന്യൂസിലൻഡ്, അതായത് നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗവൺമെൻറ് നല്ലൊരു സാലറിയാണ്, അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇതാണ് ബേസ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അറിഞ്ഞ് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ഇത് വളരെയേറെ ഇതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് കുറേ പേര്, ലൈക്ക് ഐ വുഡ് സേ നേഴ്സസ് ഇങ്ങോട്ട് വരാനിരിക്കുന്ന നേഴ്സസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ ദാറ്റ്. ന്യൂസിലൻഡ് വളരെയേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രി ആണെന്നാണ് എല്ലാവരുടെയും കോൺസെപ്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ട്രൂ. ന്യൂസിലൻഡ് ഇത്രയും ഭംഗിയുള്ളൊരു രാജ്യം വേറെ ഞാൻ അധികം കണ്ടിട്ടില്ല. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം ന്യൂസിലൻഡിൽ ഇപ്പം ചേച്ചി നമ്മളെല്ലാം നാട്ടിൽ നിന്ന് വന്നു. അപ്പം ചേച്ചി ഇത്രയും നാൾ ഇവിടെയായിരുന്നു. ഫ്രം 2016 ചേച്ചി ഇവിടെ ആയിരുന്നു. അപ്പം നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് മിസ് ചെയ്യുന്നുണ്ടോ ചേച്ചി? വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് അതിലേക്കൊന്ന് തിരിച്ചു പോകാൻ എന്നുള്ളൊരു രീതിയിൽ എന്തെങ്കിലും? എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും നാടും ഇവിടെ നമുക്ക് പൈസ ഉണ്ടാക്കാനും നമ്മുടെ ജീവിതം ജീവിക്കാനും എളുപ്പമാണ്. പക്ഷേ നല്ലൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റിയോടുകൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഞാൻ കാണുന്നത് വളരെ കുറവാണ്. എല്ലാവരും എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ ബഹളം വെച്ച് ബിസി ലൈഫാക്കി എന്തിൻ്റെയൊക്കെയോ ജീവിതം ജീവിക്കണ്ടേന്ന് ഓർത്ത് എല്ലാവരും ജീവിതം ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നാടെന്ന് പറഞ്ഞാൽ ആ ഒരു പ്യൂരിറ്റി, അല്ലെങ്കിൽ ആ ഒരു വില്ലേജ് ആ ഒരു അറ്റ്മോസ്ഫിയർ മിസ് ചെയ്യുന്ന കാര്യം ചോദിച്ചത് കൊണ്ട് ആ ഒരു സത്യസന്ധത, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ്റെ ഒരു ഹാപ്പിനെസ്, അത് ശരിക്കും പറഞ്ഞാൽ ഈ വെളിനാട്ടിലില്ല. പക്ഷേ പിന്നെ ഞാൻ മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ പപ്പയാണ്. കാരണം എൻ്റെ പപ്പയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മമ്മിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, പക്ഷേ എൻ്റെ പപ്പ നടക്കാനും പപ്പയുടെ ആരോഗ്യം ഇത്തിരി
ഒത്തിരി വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത് എൻ്റെ അപ്പനെയാണ്. ആ, അത് അത് അതൊരു വേദന തന്നെയാണ്. പിന്നെ ഞാൻ മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പള്ളിപ്പെരുന്നാളുകൾ ഒക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ പള്ളിപ്പെരുന്നാളിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റുമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുള്ളുള്ള രാജ്യമായതുകൊണ്ട് വിൻ്റർ ആയാലും സമ്മർ ആയാലും ഒരു 6 മണിയാകുമ്പോൾ ആൾക്കാരെല്ലാവരും വീട്ടിൽ കയറും. പിന്നെ നമുക്ക് എന്താ പറയുക, മലയാളി റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ മലയാളി കടകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി വരെയൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും ആ കടകളും അടഞ്ഞു പോകും. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഒരു ആഹാരം, അതായത് ആ പള്ളിപ്പെരുന്നാളിൻ്റെ വൈബ്, ഇതൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്സിങ് തന്നെയാണ്. പിന്നെ നാട്ടിൽ നിന്ന് അപ്പയും അമ്മയും അല്ലെങ്കിൽ എന്താണ് നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പം ആ ഒരു മിസ്സിങ് കുറയ്ക്കാൻ വേണ്ടി അവരെ കൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിച്ച് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, അതായത് ഇപ്പോൾ വിൻ്ററിലാണെങ്കിൽ ഒരു ഇച്ചിരി തണുപ്പ് കൂടുമ്പോൾ അമ്മ ഒരു ഇച്ചിരി കട്ടൻ കാപ്പി അല്ലെങ്കിൽ ഇച്ചിരി കാച്ചിക്ക അല്ലെങ്കിൽ എന്താണ് കപ്പ പുഴുങ്ങിയതൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അമ്മയുടെ കൈ കൊണ്ട് തരുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു രുചി, അങ്ങനെയാണ് നമ്മളിവിടുത്തെ എന്താ പറയുക ആ ഒരു എന്താണ് ഇവിടുത്തെ ആ ഒരു മിസ്സിങ്ങിനെ നമ്മൾ ശരിക്കും എന്താണ് ഒന്നും ഇല്ലാത്തതായി കണ്ട് നമ്മൾ ആ ഒരു ലൈഫിനോട് ചേർന്ന് പോകുന്നത്. പിന്നെ ഒരു പോയിന്റ് കൂടെ പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ബൈക്ക് റൈഡറാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്ത് നാട്ടിലങ്ങനെ അധികം നിന്നിട്ടില്ല. പക്ഷേ ഉള്ള കാലം അത്രയും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നന്നായി എന്താ പറഞ്ഞത് ബൈക്കിൽ എൻജോയ് ചെയ്ത്, ഇവിടെ എന്നാൽ ബൈക്ക് ഓടിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലല്ല, പക്ഷെ എന്നാലും നാടിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആ ഒരു ബൈക്ക് റൈഡിൽ എന്താണ് അവൻ ആദ്യം പോകരുത് ഞാൻ ആദ്യം പോകണം അങ്ങനെ. പക്ഷെ ഇപ്പോൾ ആളിത്തിരി എന്താണ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഓ അന്ന് ഞാൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്, എങ്ങാനും എൻ്റെ ജീവിതത്തിന് ഒക്കെ എന്തെങ്കിലും വന്നാലോ. ഇപ്പോൾ ആളത് റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വലിയ മിസ്സിങ് ആണ്. കാരണം ഈ കൂടെ എനിക്കത് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് വേറെ നാട് പോലെ എൻജോയ് ചെയ്യാൻ ഇവിടെ കാര്യം പീസ്ഫുള്ളാണ്, നല്ല ബ്യൂട്ടിഫുൾ രാജ്യമാണ്, ഇതൊക്കെയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സ്വയം കണ്ടെത്തണം നമ്മൾ എന്തിലാണ് ബിസി ആകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതിലാണ് നമുക്കിവിടെ എന്താ പറയുക ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആഷ്മിയോട് തിരിച്ചൊരു കാര്യം, കാരണം ഞാനിവിടെ പലരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ്, എന്നാൽ ഈ ഒരു ചോദ്യം മാത്രം ഞാൻ ആഷ്മിക്ക് ഇട്ട് തരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആഷ്മി എങ്ങനെയാണ് ആഷ്മിയുടെ ഈ ഒരു വിനോദം അല്ലെങ്കിൽ ഈ ഒരു എൻ്റർടൈൻമെൻ്റൊക്കെ ആഷ്മി കണ്ടെത്തുക, അല്ലെങ്കിൽ അതിന് സമയം കിട്ടാറുണ്ടോ ഈ പഠിക്കുന്ന വേളയിലും? ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നാട്ടിൽ നിന്ന് മിസ് ചെയ്യുന്നത് എൻ്റെ പേരൻസിനെയാണ്. എൻ്റെ ഉമ്മി വാപ്പി ഇവർ രണ്ടുപേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ബാക്കി ഫുഡ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് നല്ലോണം കുക്ക് ചെയ്യാൻ പഠിക്കും. ആസ് എ സ്റ്റുഡൻറ്റ് ഒന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. മാസ്റ്റർ ഷെഫ് ആകുമ്പോൾ ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണത്. അങ്ങനെ എന്താ പറയുക നമ്മുടെ ഓരോ ക്വാളിറ്റീസും ഇമ്പ്രൂവ്ഡ് ആയി. എനിക്ക് സീരിയസ്ലി സ്വന്തമായിട്ട് തന്നെ ഒരു എന്താ പറയുക വീട്ടിൽ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും ശരി, ഓ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പം അത്രയും നാൾ ചെയ്യാത്ത ഒരാൾ ഇതൊക്കെ ചെയ്തു എന്ന് വീട്ടുകാർ ഓ കൊള്ളാം ഇത്ര ഇൻഡിപെൻഡൻ്റ് ആയോ എന്നുള്ള രീതിക്ക് നമുക്ക് തന്നെ ഡിസിഷൻസ് എടുക്കാനുള്ളൊരു ധൈര്യം വന്നു. അത് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. ബട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇൻഡിപെൻഡൻ്റ് ആയി, ഫ്രീ ആയി. ഇവന് ഫ്രീഡം എന്ന് പറയുമ്പോൾ രാത്രി ഈ 9 മണി 10 മണി അതിന് പുറത്ത് ഇറങ്ങി നടക്കില്ല, അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം വന്നു. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നത് വെച്ചിട്ട് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിച്ചു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് വന്നൊരു ഇമ്പാക്റ്റ്. പിന്നെ ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്പം ഹോബീസ് ആയിക്കോട്ടെ, എനിക്ക് ബേസിക്കലി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഡിസൈനിങ് ആർട്ടിസ്റ്റിക് രീതിയിൽ പോലും ഐ ആം എൻ ആർട്ടിസ്റ്റ്. സോ എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതിൽ സമയമുണ്ടോയെന്ന് ചോദിച്ചാൽ സമയമില്ല. ബട്ട് സമയം ഉണ്ടാക്കും. എന്ത് വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും എന്ത് വന്നാലും നേരെ എന്തെങ്കിലും എടുത്ത് വരയ്ക്കുക, അതാണ് മെയിൻ. അപ്പം റൂം ഫുൾ ഇപ്പം നിറഞ്ഞു, ഭിത്തിയൊക്കെ നിറഞ്ഞിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറക്കിടുന്നത് വരെ. സോ അപ്പം ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് കൂടിയാണ് എക്സ്പ്രസ് ചെയ്യുന്നതല്ല. സോ അതായിരിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൈം. എൻ്റെ ഞാൻ സെൽഫ് കെയർ എന്ന് പറയുന്നത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ സെൽഫ് കെയറിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് വരയ്ക്കലാണ്. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു ആഷ്മി. താങ്ക് യു സോ മച്ച് സോണിയ ചേച്ചി, ഇത്രയേറെ ഇൻഫർമേഷൻസ് നമുക്ക് തന്നതിൽ. കാരണം ഈ നഴ്സിംഗ് ആസ്പയർ ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ നഴ്സസിനാണെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ചേച്ചി വന്നത്. ആസ് എ ചേച്ചിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് എല്ലാവർക്കും പല പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് ഞാൻ ഒന്നും കൂടി
പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് വൈൻഡപ്പ് ചെയ്യാനുണ്ടോ പറയാനായിട്ടുള്ളത്? വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ഇവിടുത്തെ എന്തൊക്കെയാണ് ക്രൈറ്റീരിയസ് അല്ലെങ്കിൽ എന്തെല്ലാം അപ്ഡേറ്റ്സ് വന്നു, നിങ്ങൾ ആ ഡിസ്കഷനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ എന്നാൽ തന്നെ നേഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ, അതായത് ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേഷൻ ഉണ്ടാവും. നിങ്ങൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എപ്പോഴും അത് ഫോളോ ചെയ്യുക. കാരണം ഒത്തിരി അപ്ഡേഷൻസ് ഈ വരുന്ന വർഷങ്ങളിലായിട്ട് നേഴ്സിംഗ് കൗൺസിൽ ന്യൂസിലൻഡ് അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളത് ഗോ ത്രൂ, അതിലൂടെ നിങ്ങൾ കടന്നുപോയി, അതായത് ഒരു ഇൻഫോർമേഷൻ എടുക്കുമ്പോൾ അത് എത്രമാത്രം ശരിയാണ് തെറ്റാണെന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിസയുടെ പ്രോസസ്സും കാര്യങ്ങളും ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ കയറി നോക്കണം. അതിൻ്റേതായ ഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ നേഴ്സിങ്ങിൻ്റെ, അതായത് ഓസ്കി രജിസ്ട്രേഷൻ അല്ലെ പഠിക്കാൻ വരുന്നതിൻ്റെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കൃത്യമായി ആ ഒരു വെബ്സൈറ്റും കൂടെ കമ്പയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ഡിസിഷൻസ് മുന്നോട്ട് എടുക്കാൻ പാടുള്ളൂ. അതാണ് റിലയബിൾ സോഴ്സ്. ആ ഒരു ഒരു ചെറിയൊരു എന്താ പറയുക, അതും കൂടെ എനിക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുകൊണ്ട് മാത്രം. ചേച്ചി നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു നഴ്സിംഗിലേക്ക് വന്നപ്പോൾ ലൈക്ക് സ്റ്റഡീസിൽ ഫാമിലിയുടെ ഒരു ഇതുണ്ടായിരുന്നു ചേച്ചി നഴ്സിംഗ് ചൂസ് ചെയ്യാൻ കാരണം. ബട്ട് ചേച്ചി നഴ്സിംഗ് ഒരു നേഴ്സായിട്ട് പ്രാക്ടീസ് നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം ചേച്ചിയുടെ ഓരോ സംസാരത്തിലും ഉണ്ടായിരുന്നു ലൈക്ക് യു സ്റ്റാർട്ടഡ് ടു ലൈക്ക് ഇറ്റ്, യു സ്റ്റാർട്ടഡ് ടു ലൈക്ക് ഫീൽ ലൈക്ക് ഞാൻ അതിൽ എൻ്റെ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ചേച്ചിക്ക്. അപ്പം ചേച്ചി എങ്ങനെയാണ് ഇമോഷണലി അറ്റാച്ച്ഡ് ആയത് എന്നൊന്ന് പറയാമോ നഴ്സിംഗിലേക്ക്? ഇമോഷണലി ഞാൻ അറ്റാച്ചായി എന്ന് ഇപ്പോൾ ആഷ്മി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇപ്പം മമ്മിയുടെ ഒരു പ്രഷർ കൊണ്ടാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ചതെങ്കിലും ജോലി എൻ്റെ സ്വന്തം ഇഷ്ടം, അതായത് ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് നേഴ്സിംഗ് ഇപ്പോൾ ചെയ്യുന്നതും. അതിൻ്റേതായ വാലിഡ് റീസൺസ് എനിക്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നാട്ടിൽ ഞാൻ നേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് കിട്ടിയത് ട്രാൻസ്പ്ലാന്റ് തിയേറ്ററാണ്. അത് റീനൽ ട്രാൻസ്പ്ലാന്റ് ആണ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അതിൽ ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കിയത്, ഒരു സൈഡിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു രോഗിയും മറു സൈഡിൽ നിന്നുകൊണ്ട് ഞാൻ നിനക്ക് ജീവൻ തരും എന്ന് ഉറപ്പ് കൊടുക്കുന്ന ഒരാൾ രോഗിയും ഒരാൾ ആ ഒരു ഫുൾ ഹെൽത്തിൽ നിന്നുകൊണ്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ട്രാൻസ്പ്ലാന്റിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന അത് നമുക്കൊരു ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു നേഴ്സാണ് അല്ലെങ്കിൽ ഒരു സർജനാണ് എന്ന് പറയുന്നതിലപ്പുറം നമ്മളൊരു ഹ്യൂമൻ ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു എന്താ വർക്ക് ചെയ്യാത്ത ഒരു കിഡ്നി നഷ്ടപ്പെടുമ്പോൾ എന്നിട്ടൊരു പുതുജീവൻ നൽകാൻ അല്ലെങ്കിൽ ആ ഡോണർ തയ്യാറാകുമ്പോൾ, ഡോണർ റെസിപ്പിയൻസ് ആണ് നമ്മൾ പറയുന്നത്, ആ ഡോണറിൻ്റെ കിഡ്നി ആ ഒരു റെസിപ്പിയൻറ്റിന് നൽകി അവർ പിറ്റേ ദിവസം ഉണർന്നെഴുന്നേൽക്കുന്ന അവർക്കൊരു പുതിയ പ്രതീക്ഷയോടുകൂടിയാണ്. സോ ആ ലൈഫിൽ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഞാൻ കാണുന്നു അവരുടെ സന്തോഷം, അതായത് അവർ ജീവിതത്തിലേക്ക് എത്തുമ്പം കൊടുത്തയാളുടെ സന്തോഷ കണ്ണീര്. ആ ഒരു കണ്ണീരെന്നല്ല എനിക്ക് പറയാനുള്ളത്, അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണ് അല്ലേ. ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞത് ഞാനൊരു നേഴ്സായതുകൊണ്ടാണ്. സോ അതിൻ്റെ അർത്ഥമാണ് ഇന്നത്തെ ഞാൻ, അല്ലെങ്കിൽ ആ ഒരു നേഴ്സിംഗ് ഞാൻ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം. അത് തന്നെയാണ് നമ്മൾ ഓരോ രോഗിക്കും നൽകുന്നത്. അതായത് പ്രതീക്ഷയുടെ അങ്ങേയറ്റം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു രോഗിക്ക് എൻ്റെ കൈത്താങ്ങ് അല്ലെങ്കിൽ എൻ്റെ ഒരു കെയർ, അവരുടെ ജീവിതത്തിന് ഒരു നുള്ളു വെളിച്ചമാകാൻ അല്ലെങ്കിൽ ഒരു പ്രകാശമാകാൻ അതിന് സാധിക്കുന്നുവെങ്കിൽ അതാണ് എൻ്റെ ഈ ലൈഫ് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ നൽകുന്ന നേഴ്സിംഗ് കെയറിൽ എൻ്റെ വിജയമെന്നാണ് ഞാൻ മനസ്സിലാക്കാനും ഞാൻ ഇഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഇമോഷണൽ ചലഞ്ച് അത് വെറും ഒരു എക്സാമ്പിൾ മാത്രമാണ്. പക്ഷേ ഇതുപോലെ ഒരു 100 എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് തരാൻ കഴിയും. എൻ്റെ രോഗികൾ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ
മാനേജർ എന്നെ വിളിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അപ്രിസിയേഷൻ നൽകുമ്പം അത് ഒക്കെ ഇതിനോട്, അതായത് അതെൻ്റെ പ്രൊഫഷണൽ ഗ്രോത്ത് ആണെങ്കിൽ ഈ രോഗികൾ എനിക്ക് നൽകുന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത് ആ രോഗിക്ക് നൽകുന്ന, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കെയർ, എൻ്റെ ആ ഒരു 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 എഫേർട്ട് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ആകുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഒരു ഇമോഷണൽ വിജയം. എൻ്റെ ഒരു അതായത് ഈ ഒരു ജേർണിയിൽ എനിക്ക് വിലമതിക്കാവുന്നതിനപ്പുറം, അതായത് ഒരു ഗിഫ്റ്റ് തന്നെയാണ് അവരെനിക്ക് നൽകുന്ന ഇമോഷണൽ സപ്പോർട്ട്. അല്ലെങ്കിൽ എൻ്റെ ആ ഒരു എനർജി ഞാൻ അവരിലേക്ക് പകർന്നു നൽകുമ്പോൾ, ആ ഒരു വിശ്വാസം ഞാൻ അവരിൽ വളർത്തിയെടുക്കുമ്പോൾ അവിടെ ഞാൻ വിജയിക്കുകയാണ്. അവിടെ എൻ്റെ രോഗിയോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് വിജയിക്കുകയാണ് ഒരു ജീവിതത്തിലോട്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ നേഴ്സിംഗ്. സോ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഷെയർ ചെയ്ത് തന്നതിന് സോണി ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ്. ആൻഡ് ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫർമേഷൻ, റിലയബിൾ ഇൻഫർമേഷൻ ആൻഡ് ദ സോഴ്സ് വിൽ ബി നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡ്, NCNZ എന്ന് ഗൂഗിളടിക്കുക, വിൽ ബി സ്ട്രേറ്റ് അപ്പ് ടു ദ സൈറ്റ്. സോ എന്തെങ്കിലും അതർ ദൻ ദാറ്റ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, നമ്മൾ പരമാവധി അപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ ബിക്കം ദ പാർട്ട് ഓഫ് അവർ ഫാമിലി. ആൻഡ് അത് തന്നെ ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ഹാൻഡ്സ് ഓഫ് ഫ്രം മലയാളി അൺപ്ലഗ്ഡ്, കാക്കിത്തയാനോ.